മാണിക്യവീണാമുപലാളയന്തിം മദാലസാം മഞ്ജുളവാഗ്വിലാസം മാഹേന്ദ്ര നീല ദ്യുതികോമളാംഗീം മാതംഗകന്യാം മനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ പുണ്ഡ്രേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേകമാതാ മാതാ മരതകശ്യാമാ മാതംഗീ മദശാലിനി കുര്യാത് കടാക്ഷം കല്യാണി കദംബ വനവാസിനി നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വപൂർധരാഭ്യാം നാഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കരപാർവതിഭ്യാം നമോ നമഃ ശങ്കരപാർവതിഭ്യാം. പരിപൂർണ പരാനന്ദ പരിചിത് സത്യവിഗ്രഹ സുന്ദരേശ്വര സർവജ്ഞ ത്രാഹി മാം മാപരാധിനം. പാരിജാത ഗുണാതീത പാദപങ്കജ വൈഭവ കദംബ കാനനാധ്യക്ഷ ത്രാഹി മാം അപരാധിനം. ഭക്തപ്രാർത്ഥിത സർവാർത്ഥ കാമധേനോ പുരാന്തക കരുണാവരുണാവാസ ത്രാഹി മാം അപരാധിനം. കൈവല്യദാനനിരത കാളകൂടഭയാപഹ കന്യകാനഗരീനാഥ ത്രാഹി മാം അപരാധിനം. ശംഭോ ക്ഷമസ്വ സമസ്താപരാധൻ കൃതാൻ അജ്ഞാനത പ്രഭോ. ശംഭോ ക്ഷമസ്വ സമസ്താപരാധൻ കൃതാൻ അജ്ഞാനത പ്രഭോ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ. നമ്മൾ ഇന്നലെ 37ാമത്തെ ലീലയിൽ പറഞ്ഞു നിർത്തി. നമ്മൾ സിദ്ധൻ്റെ ലീലയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ധ്യാനിച്ച് നമ്മളത് മനസ്സിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആ നിരന്തര സ്മരണ വളരെ എളുപ്പമായിട്ട് തീരുന്നത് കാണാം. ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ ഏത് പ്രായത്തിലുള്ളവർക്കും കണക്ട് ചെയ്യാൻ ആ കഥ മാത്രം മതി. അപ്പം അത് വേണമെങ്കിൽ അത് ഓർമ്മിച്ച് അത് എവിടെയെങ്കിലും വേണമെങ്കിൽ ഒരു എഴുതി വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ആ കഥ മാത്രമെങ്കിലും നമ്മുടെ മനസ്സിൽ നിരന്തരമായിട്ട് അങ്ങനെ നിരന്തരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ്, പല കാര്യങ്ങളും വരും. എന്നാൽ പോലും ഈ കഥ നമുക്ക് പറ്റുമ്പോഴൊക്കെ അതിങ്ങനെ സ്മരണയിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഭഗവാന്റെ ആ സ്മരണ നിലനിർത്താൻ നല്ലൊരു വഴിയായിരിക്കും അത്. അപ്പം നമ്മൾ ഇന്ന് 38ാമത്തെ ലീല
അക്ഷയപാത്രം കൊടുക്കുന്ന ലീലയാണ്. അപ്പോൾ മധുരാപുരിയിൽ ഭക്തസൗമ്യൻ എന്ന് പേരായിട്ടുള്ള ഒരു അതിഭക്തനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ശൂദ്രനായിരുന്നു. അദ്ദേഹം ഒരുപാട് കൃഷിയൊക്കെ നടത്തുന്ന ആളാണ്. ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങൾ മുഴുവനും അദ്ദേഹം എന്താ ചെയ്യുക വെച്ചാൽ ശിവഭക്തന്മാർക്കായിട്ട് ദാനം ചെയ്യും. അവർക്ക് അന്നദാനത്തിനായിട്ടും അതുപോലെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും എല്ലാം ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഭഗവാന് ഒരുപാട് സന്തോഷം ഉണ്ട് ഈ ഭക്തസൗമ്യന്റെ ഭക്തി കണ്ടിട്ട്. അതുപോലെ തന്നെ സുന്ദരേശ ദർശനം എന്നും പോയി അദ്ദേഹവും ഭാര്യയും പോയിട്ട് സുന്ദരേശ ദർശനം മധുര ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ ദർശനം ചെയ്യും. അങ്ങനെ എന്നും അദ്ദേഹം വരും. ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു ഭക്തസൗമ്യൻ. അങ്ങനെ ഒരിക്കൽ കൃഷിയൊക്കെ വളരെ മോശമായി ഒരു വർഷം വന്നു. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും തുടരാൻ പറ്റുന്നില്ല. അപ്പോൾ ഭക്തസൗമ്യൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഒരു വഴി കാണിച്ചു തരണേ, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഈ ഭക്തന്മാർക്കായിട്ടുള്ള അന്നദാനം ഒന്നും നടത്താൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ, എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ. വലിയ വിഷമായി. കാരണം അവർ ഭോജനം കഴിക്കുന്നതിന് മുമ്പായി ഈ അന്നദാനം ചെയ്തു കഴിഞ്ഞിട്ടേ അവർ ഭോജനത്തിന് ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ വിഷമത്തോടു കൂടി സുന്ദരേശ ലിംഗത്തിനെ ദർശനം ചെയ്ത് അവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഭഗവാനെ കയ്യിലുള്ള പണം മുഴുവൻ കഴിഞ്ഞു, ഇനി കൃഷിയിലാണെങ്കിൽ ഒന്നും കിട്ടാനുമില്ല, ആരെങ്കിലും ഒരാളെ കാണിച്ചു തരണേ, ഈ അന്നദാനത്തിന് സഹായിക്കാൻ കെൽപ്പുള്ള ഒരാളെ കാണിച്ചു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർ ഒരു അശരീരി കേൾക്കുകയാണ്, ശിവപൂജയാൽ നീ ചെയ്തിരിക്കുന്ന ശിവപൂജയാലും ശിവഭക്തരക്ഷണം അന്നദാനം ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കുന്നു. ധാതു സമ്പൂർണമായ ഒരു അക്ഷയപാത്രം തന്നെ നിനക്ക് ഞാൻ നൽകുന്നതാണ്. മന്ദിരത്തിൽ ചെന്ന് നോക്കി. അപ്പോൾ ഇത് കേട്ട് അവർ അത്ഭുതത്തോടുകൂടി ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയ സമയത്ത് കാണുകയാണ് അവിടെ മുത്തുപോലെയുള്ള ഒരു പാത്രം. ആ പാത്രത്തിൽ നിറയെ ധാന്യങ്ങളാണ്. അപ്പൊ അത് ഒരിക്കലും തീരാത്തത്ര നമ്മൾ അക്ഷയപാത്രത്തിന്റെ കഥ നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ കഥകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, പാഞ്ചാലിക്ക് അക്ഷയപാത്രം നൽകുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, എത്ര എടുത്താലും തീരാത്തത്ര ധാന്യങ്ങൾ ഭക്ഷണം എല്ലാം വന്നുകൊണ്ടേയിരിക്കും, അതിലിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഭക്തസൗമ്യനും ഭാര്യയും അതിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങളെല്ലാം എടുത്ത് ശിവഭക്തന്മാർക്ക് എല്ലാം അന്നദാനങ്ങളെല്ലാം ഇതെല്ലാം ചെയ്തിട്ടും അതുപോലെ തന്നെ ധാന്യം എല്ലാം വരാൻ തുടങ്ങി. ഈ പാത്രം വീട്ടിൽ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നു. അതുപോലെ തന്നെ ഭക്തന്മാർക്ക് പണ്ടത്തേനേക്കാളും കൂടുതലായിട്ട് സഹായിക്കാനും എല്ലാം അവർക്ക് സാധിച്ചു. ഇങ്ങനെ അക്ഷയപാത്രം നൽകി ഭക്തസൗമ്യൻ എന്ന ശൂദ്രനെ സഹായിച്ച 38ാം ലീല കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാം യാതൊരു ക്ഷാമവുമില്ലാതെ എല്ലാം ഇഷ്ടം പോലെ എല്ലാം ഒരു നിറവ് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ള ഫലശ്രുതിയോടുകൂടിയാണ് 38ാം ലീല അവസാനിക്കുന്നത്. 39ാം ലീല വൈശ്യബാലകാനുഗ്രഹം എന്നാണ്. ഇതിൽ പറയുന്നത് അർത്ഥപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് പേരായിട്ടുള്ള ഒരു വൈശ്യനാണ്. ഈ അർത്ഥപതിക്ക് ഭാര്യ അതുപോലെ തന്നെ സൗമ്യശീലിയും ഭക്തയും ഒക്കെ ആയിട്ടുള്ള ഒരു ഭാര്യയാണ്. അങ്ങനെ അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുറേ കാലമായിട്ടും സന്തതികളൊന്നുമില്ല. വലിയ ദുഃഖമായി. രണ്ടുപേരും ഒരുപാട് പ്രാർത്ഥനകളും പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് നോക്കി, കുട്ടികളൊന്നുമില്ല. അങ്ങനെ അവർ ഭഗവാനോട് വന്ന് പ്രാർത്ഥിച്ചു, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അയാളുടെ സഹോദരിക്ക്, ഈ വൈശ്യന്റെ സഹോദരിക്ക് ഒരു പുത്രനുണ്ട് ഭാഗ്നേയനായിട്ട്. അപ്പോൾ ഈ വൈശ്യൻ വലിയ ധനവാനാണ്, ഒരുപാട് സത്കർമ്മങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്, ദാനധർമ്മങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സന്തതി ഇല്ല. ഈ ജന്മത്തിൽ അവർക്ക് സന്തതി ഉണ്ടാവാനുള്ള കർമ്മമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ സഹോദരിയുടെ പുത്രനെ ദത്തുപുത്രനായിട്ട് വളർത്താൻ തുടങ്ങി. അങ്ങനെ സ്വന്തം പുത്രനെ പോലെ വിചാരിച്ച സഹോദരിക്കും ആദ്യമൊന്നും ഒരു
കുഴപ്പമില്ല, ശരി നിങ്ങൾ കൊണ്ടുപോയി വളർത്തിക്കോളൂ, അവർക്ക് വേറെയും ഒരു പക്ഷേ പുത്രന്മാരുണ്ടാവും, അറിയില്ല. എന്തായാലും ഈ പുത്രനെ ഇവർക്ക് തൽക്കാലം വളർത്താൻ കൊടുത്തു. അപ്പോൾ ഇവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ കുട്ടിയെ വളർത്തി. അവർ കാലം കഴിക്കുന്ന സമയത്ത് ഒരു ദിവസം വളരെ ഒരു യാദൃശ്ചികമായിട്ട് ഈ സഹോദരി കയറി വന്നിട്ട് പറയും, ചില സമയത്ത് ഓരോ ശക്തികളും നമ്മളെ പലതും പറയാനൊക്കെ പ്രേരിപ്പിക്കും. നമ്മൾ ഒരു യാതൊന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല വരിക, പക്ഷെ അങ്ങനെയുള്ള പല ശക്തികളും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് സഹോദരി പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ മഹാപാപം കൊണ്ടാണ് കുട്ടികളൊന്നും ഉണ്ടാവാത്തത്. നിങ്ങൾ പഴയ ഏതോ ജന്മത്തിൽ ഏതൊക്കെയോ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലാത്തത്. നിങ്ങളിപ്പോൾ എൻ്റെ കുട്ടീനെ എന്തിനാ വളർത്താൻ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിന് വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടുകൂടി ഈ സഹോദരന് വലിയ വിഷമായപ്പോൾ ഭാര്യയോട് പറയും, ഇതൊക്കെ കേട്ടിട്ട് നമ്മളെങ്ങനെ ഇരിക്കും? അപ്പം നമുക്ക് പോവാം ഇവിടുന്ന്, നമുക്കിതെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് പോവാം, എന്നിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ച് തപസ് ചെയ്ത് നമുക്ക് അടുത്ത ജന്മത്തിലെങ്കിലും നല്ലൊരു സന്തതി ഉണ്ടാവാൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇതെല്ലാം അവസാനിപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് പോവാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അപ്പോൾ രാവിലെ തന്നെ ഇവരെ വിളിച്ചിട്ട് ഇതെല്ലാം സഹോദരിക്കും അവരുടെ പുത്രനും വേണ്ടി തൻ്റെ സമ്പത്ത് മുഴുവൻ അവർക്കാണെന്ന് ഒക്കെ ഏൽപ്പിച്ച് ഭാര്യയും ഭർത്താവും കൂടി വനത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഈ സഹോദരി അവരുടെ പുത്രനും ഒക്കെ കൂടി ഇവരുടെ വീട്ടിലേക്ക് താമസമൊക്കെ മാറി ഇരിക്കുന്ന സമയത്തുണ്ട് ഒരു വലിയ പടയായിട്ട് ഈ അകന്ന ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെല്ലാവരും കൂടി വരികയാണ്. വാർത്ത കേട്ടിട്ട് ഇവർ ധനവാനായിട്ടുള്ള ഈ ബന്ധു കാട്ടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ട് എല്ലാവരും കൂടി വരികയാണ്. എന്നിട്ട് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീടും സ്ഥലങ്ങളും എല്ലാം, ധനവും എല്ലാം, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയും. അങ്ങനെ അടുത്ത ബന്ധുക്കളായ ഈ സഹോദരിക്കും പുത്രനും അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് പറഞ്ഞതിനുള്ള കർമ്മഫലം കിട്ടിയതായിരിക്കും. ആ സഹോദരിക്കും പുത്രനും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങിയിട്ട് അവർ എവിടെയാ പോകേണ്ടതെന്ന് അറിയാതെ നേരെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് സമസ്താപരാധം പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭഗവാനെ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ, എൻ്റെ സഹോദരനാണെങ്കിൽ പോയി കഴിഞ്ഞു, ഞങ്ങൾ ഇനി എങ്ങോട്ട് പോവും എന്നൊക്കെ പറഞ്ഞ് ഈ സഹോദരി ഭഗവാനോട് സമസ്താപരാധം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ നിലത്ത് ക്ഷേത്രത്തിൻ്റെ ആ ഒരു വശത്തായിട്ട് ആ നിലത്ത് തന്നെ കിടന്നുറങ്ങിപ്പോയി. കുറച്ച് സമയം ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നത്തിൽ ഭഗവാൻ കാണുകയാണ്. ഭഗവാൻ പറയാ, ഇതാണ് ഒരു വഴിയുണ്ട്, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഈ അടുക്കള ഭാഗം അങ്ങ് ബന്ധിക്കുക, അതങ്ങ് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തുണ്ടാവും, അതൊരു തഞ്ചത്തിൽ ചെയ്യണം, അവരുള്ള സമയത്തിൽ അവരുടെ കണ്ണ് വെട്ടിച്ചത് ചെയ്യണം. പോയിട്ട് ആ അടുക്കള ഭാഗം ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പിന്നെ അവിടെ നിൽക്കണമെന്നില്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ മാറി നിൽക്കുകയും ചെയ്യാം. എന്നിട്ട് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ബാക്കി ചെയ്തോളാം, ബാക്കി വന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് ഭഗവാൻ ഒരു വാക്ക് കൊടുക്കും ആ സ്വപ്നത്തിൽ. അപ്പോൾ ഈ സഹോദരി എന്ത് ചെയ്തു വെച്ചാൽ, സഹോദരി പോയിട്ട് ഈ അടുക്കള ഭാഗം സഹോദരി പുത്രനെ എടുത്ത് അവിടെ പോയി. ആ സമയത്ത് ആരും ഇല്ലായിരുന്നു അവിടെ. അടുക്കള ഭാഗമൊക്കെ ബന്ധിച്ച് തിരിച്ച് ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെ പോയി നിന്നു. ഇവരെന്ത് ചെയ്തു, ഈ ബന്ധുക്കൾ അപ്പം തന്നെ രാജാവിൻ്റെ അടുത്ത് പോയി പരാതി പറയും എന്ന് ഭഗവാൻ അറിയാം. അതാണ് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത്. നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബന്ധുക്കൾ പോയി രാജാവിൻ്റെ അടുത്ത് പരാതി പറയും. പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനുള്ളൊരു വിചാരണ ഉണ്ടാവും, എന്താ സംഭവിച്ചത് എന്ന് വിചാരണ ഉണ്ടാവും. അപ്പോൾ ബാക്കി ഞാൻ നോക്കിക്കോളാം, ഞാൻ ഏറ്റു എന്നുള്ളത് പറയും. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ എവിടുന്നാ വന്നത്? ഞങ്ങളൊക്കെ ഈ വാർത്ത കേട്ട് വന്നതാണ്, ഞങ്ങളുടെ ബന്ധുവാണിത്, പക്ഷേ ഇവരെല്ലാം കൂടി കൈക്കലാക്കാൻ നോക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ വിളിപ്പിച്ച് രണ്ടുപേരും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ട് നമ്മുടെ പഴയ കാട്ടിലേക്ക് പോയിട്ടുള്ള ആ സഹോദരനുണ്ടല്ലോ, ഈ സഹോദരന്റെ രൂപത്തിൽ ഭഗവാൻ വരികയാണ്. വന്നിട്ട് പറയും, എന്താ ഇവിടെ നടക്കുന്നത്? ഞാനിങ്ങനെ വിവരം അറിഞ്ഞു, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പൊ പറയും ഇങ്ങനെ, അയ്യോ അങ്ങ് തിരിച്ചു വന്നോ, അങ്ങയുടെ സ്വത്തിന്റെ പേരിലാണ് ഇവിടെ തർക്കം നടക്കുന്നത്. അപ്പൊ ഭഗവാൻ ഈ ധനികനായിട്ടുള്ള ഈ വൈശ്യന്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഭഗവാൻ പറയും,
ഞാൻ എൻ്റെ സ്വത്ത് മുഴുവനും എൻ്റെ സഹോദരിക്കും പുത്രനുമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് പോയത്. അല്ലാതെ ഈ ബന്ധുക്കൾക്കൊന്നും ഇവിടെ ഇതിന് യാതൊരു അവകാശവും ഇല്ല, എല്ലാവരും തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെയൊക്കെ പിരിച്ചയച്ചു. എന്നിട്ട് ഈ സ്വത്ത് മുഴുവനും ഈ സഹോദരിക്കും പുത്രനുമായിട്ട് വെച്ചു കൊടുക്കുകയാണ്, ഭാഗിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, ഇനിയിപ്പോൾ അദ്ദേഹം വന്നല്ലോ, ഇനിയിപ്പോൾ തർക്കങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ തന്നെയാണ് ഈ വീടിന് അവകാശി എന്ന് പറഞ്ഞ് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന കഥയാണ്. അപ്പോൾ ഈ ആരും ഇല്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് എല്ലാം ഭഗവാൻ തുണയായിട്ടുണ്ടാവും എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ലീലയും കൂടി ഭഗവാനാടി. അതാണ് വൈശ്യബാലകാനുഗ്രഹം എന്ന പേരായിട്ടുള്ള ലീല. അങ്ങനെ ഭാഗിനേയനും സഹോദരിക്കും അവകാശപ്പെട്ടതെല്ലാം കൊടുത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി പിരിഞ്ഞുപോയി. അപ്പോൾ പിന്നെയാണ് സുന്ദരേശൻ ഭഗവാനാണ് ഇതിൽ ഇടപെട്ടത് എന്ന് പിന്നെയാണ് അറിയുന്നത് രാജാവ്. അങ്ങനെ രാജാവ് ഇവരെ വീണ്ടും തിരിച്ചു വിളിച്ച് അവർക്ക് വീണ്ടും ഒരുപാട് ധനങ്ങൾ, ഗ്രാമങ്ങളൊക്കെ ദാനം ചെയ്ത് അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചു. കാരണം രാജാവിന് മനസ്സിലായി ഇത് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരാണെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ദാനം ചെയ്ത് സന്തോഷിപ്പിച്ചു തിരിച്ചയച്ചു. അപ്പോൾ ഇനി അടുത്തത് 40ാമത്തെ ലീലയാണ്. 40ാമത്തെ ലീല പാണ്ഡ്യഭൂപന്റെ ബ്രഹ്മഹത്യാ പാപ വിമോചനം എന്നുള്ളത് ഒരു ലീലയാണ്. ഇവിടെ വരഗുണ പാണ്ഡ്യഭൂപൻ എന്നു പേരായിട്ടുള്ള ഒരു രാജാവിന്റെ കഥയാണ് പറയുന്നത്. നീതിപൂർവം ഈ രാജാവ് രാജ്യം ഭരിച്ചു. അങ്ങനെ ഇന്ദ്രതുല്യനായിട്ടുള്ള ഒരു രാജാവായി മാറി. എല്ലാവർക്കും വേണ്ടതിലധികം ധനവും സമ്പത്തും സമാധാനവും എല്ലാം ആരോഗ്യവും എല്ലാം ത്തോടുകൂടി സന്തോഷമായിട്ട് പ്രജകളൊക്കെ സന്തുഷ്ടരായിരിക്കുന്ന ഒരു രാജ്യം ആയി മാറി. അങ്ങനെ ഒരു ബ്രാഹ്മണന്റെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാജാവ് നായാട്ടിന് പോവാണ്. നായാട്ടിന് പോകുന്ന സമയത്ത് മാർഗമധ്യത്തിൽ ഒരു ക്ഷീണിതനായ ഒരു ബ്രാഹ്മണൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ രാജാവ് നായാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഈ വല്ലാതെ ഇരുട്ടുന്നതിന് മുമ്പ് വേഗത്തിൽ വീട്ടിലെത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വളരെ വേഗത്തിൽ കുതിരയെ ഓടിച്ചു വരുന്ന സമയത്ത് കുതിര ഈ ഉറങ്ങിക്കിടക്കുന്ന ബ്രാഹ്മണന്റെ കണ്ഠത്തിലായിട്ട് ചവിട്ടി. അപ്പോൾ വളരെ വേഗത്തിലാണ്. രാജാവിൻ്റെ കുതിരകളൊക്കെ അത്രയും ലക്ഷണമൊത്ത കുതിരകളായിരിക്കും. അത് വന്ന് ആ വേഗതയിൽ അങ്ങ് ചവിട്ടിയ സമയത്ത് ഈ ബ്രാഹ്മണൻ തൽക്ഷണം അവിടെ മരിച്ചു വീഴും. ആ സമയത്ത് രാവിലെ ആവാനായപ്പോൾ അപ്പോൾ പിന്നെ രാജാവ് ഒന്നും അറിയുന്നില്ല. ഇത് കുതിര ചവിട്ടി എല്ലാവരും കൊട്ടാരത്തിലേക്ക് അവർ തിരിച്ചുപോയി. അവരറിയുന്നേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. രാവിലെ രാജാവ് ഉണർന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത്? കൊട്ടാരത്തിന് ചുറ്റും ആളുകൾ കൂടിയിരിക്കുകയാണ്. അവർക്ക് രാജാവിൻ്റെ കുതിരയുടെ കൊളമ്പടിയുടെ പാടുകൾ വരെ അറിയാം. അത് സീല് പോലെ വെച്ച പോലെ അറിയാം. അപ്പൊ അവർ കണ്ടു ഈ കുതിര ഇങ്ങനെ ചെളിയിലൊക്കെ ചവിട്ടിയിട്ടാണല്ലോ കാട്ടിലൂടെ ഇങ്ങനെ വരികയല്ലേ. അപ്പോൾ ആ പാട് അങ്ങനെ തന്നെ ബ്രാഹ്മണന്റെ കണ്ഠത്തിൽ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് രാജാവിന്റെ കുതിരയാണ്, രാജാവ് അനീതി ചെയ്തിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മഹത്യാ പാപവും കൂടി വന്നു. അത് ബ്രാഹ്മണനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ബ്രഹ്മഹത്യാ പാപവും കൂടി വന്നു ചേർന്നു രാജാവിൻ്റെ അടുത്ത്. ആളുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ രാജാവ്, അയ്യോ ഇത് തെറ്റുപറ്റിയതാണ്, ഇത് ഞങ്ങൾ ഇപ്പോഴാണ് ഞാനിത് അറിയുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരോടും ക്ഷമ ചോദിച്ച് ഭഗവാനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഭഗവാനെ തെറ്റുപറ്റിപ്പോയല്ലോ, എന്താ അതിനൊരു പരിഹാരം എന്ന് ചോദിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഈ രാജാവിന് പൂർവ്വജന്മത്തിലും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു ബ്രഹ്മഹത്യാ പാപം. അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിൽ 2 ബ്രഹ്മഹത്യാ പാപമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാജാവ് എന്ത് പറയും? രാജാവ്, ഭഗവാനെ അങ്ങല്ലാതെ വേറൊരു ആശ്രയമില്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ഒരു സ്വപ്നത്തിൽ അതായത് സുന്ദരേശ്വര ഭഗവാനെ പോയി ദർശനം ചെയ്ത്, ക്ഷേത്രത്തിൽ വന്ന് ദർശനം ചെയ്ത് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്. എന്താണ് പറയുന്നത്? മധ്യാർജുന ശിവലിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവലിംഗം ഉണ്ട്. അത് ചോള രാജ്യത്താണ് ഉള്ളത്. പാണ്ഡ്യന്മാരും ചോളന്മാരും തമ്മിൽ ശത്രുക്കളാണ്. അപ്പൊ ചോള രാജ്യത്താണ് ഈ ക്ഷേത്രം ഉള്ളത്, ഈ മധ്യാർജുന ശിവലിംഗം ഉള്ളത്. അപ്പോൾ അത് പോയി ദർശനം ചെയ്താൽ നിന്റെ ബ്രഹ്മഹത്യാപാപം അവസാനിച്ച് കിട്ടും. പക്ഷെ ഇതിപ്പോൾ അവിടെ എങ്ങനെയാണ് എത്തിക്കിട്ടുക എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം. അടുത്ത് തന്നെ അധികം താമസിയാതെ ചോള രാജാവ്
നിന്നെയും നിന്റെ പ്രജകളെയും ആക്രമിക്കാൻ വേണ്ടി, പാണ്ഡ്യ രാജാവിനെ ആക്രമിക്കാൻ വേണ്ടി ചോളരാജാവ് വളരെ അടുത്ത് തന്നെ എത്തും, അധികം താമസിയാതെ എത്തും. ആ ആക്രമണം വരുന്ന സമയത്ത് ആ ചോളരാജാവിനെ തോൽപ്പിച്ചിട്ട് അവരെ ഫോളോ ചെയ്ത് പിന്തുടർന്ന് പോയിട്ട് ചോളരാജ്യത്ത് പോയി അപ്പം തന്നെ മധ്യാർജുന ശിവലിംഗ ദർശനം ചെയ്തിട്ട് തിരിച്ചു വരിക. അങ്ങനെ അത് മാത്രമേ വഴിയുള്ളൂ, അല്ലാതെ അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. ശരി, അപ്പം രാജാവ് എന്തു ചെയ്തു? കാത്തിരിക്കുകയാണ്, അറ്റാക്ക് വരാൻ കാത്തിരിക്കുകയാണ്. ഇത് സൈന്യത്തിനെയൊക്കെ വളരെ പ്രിപ്പയർഡ് ആക്കി വെച്ചു, എല്ലാവരെയും ഒരുക്കി വെച്ചു. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് ചോളരാജാവ് വരിക, എപ്പോഴാണ് ചോളരാജാവ് വരിക. അങ്ങനെ ഈ ദേവേന്ദ്രനെ എങ്ങനെയാണോ ബ്രഹ്മഹത്യാഭാവം പിന്തുടർന്ന് നടന്നത്, ഒരു ഒരു ഘോരയായിട്ടുള്ള ഒരു രൂപിണിയായിട്ടുള്ള ഒരു നിഴല് പോലെ ഒരിക്കലും മാറി, എപ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ഇതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില ശക്തികൾ ഉണ്ടാവുമല്ലോ, പല പല ബാധാശക്തികൾ, എന്തൊക്കെയാണ് ഇതിപ്പോൾ പറയുമ്പോൾ തന്നെ ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പല പല ശക്തികളുണ്ട്. അവർക്ക് മനസ്സിനെ വളരെയധികം എഫക്റ്റ് ചെയ്യാൻ പറ്റും, മനസ്സിനെ. അപ്പോൾ നമ്മൾ ക്ഷീണിച്ച്, ശരീരത്തിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും, വളരെയധികം ക്ഷീണിച്ചു പോകും. അപ്പോൾ അങ്ങനെയായി രാജാവ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വന്നു കിട്ടിയാൽ മതി എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം വിവരം കിട്ടി, ചോളരാജാവ് നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കാൻ എത്തിയിരിക്കുന്നു. അങ്ങനെ കോട്ടവാതിലുകളൊക്കെ അടച്ച് എല്ലാം ഭദ്രമാക്കി അടച്ചു വെച്ച് സൈനികന്മാരെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആജ്ഞ കൊടുത്ത് രാജാവ് കുതിരപ്പുറത്ത് കയറി പോകാൻ തുടങ്ങി. അങ്ങനെ ചോളരാജാവിനെ ഇവർ ഏറ്റവും പ്രിപ്പയർഡായി നിന്നതുകൊണ്ട് ഒരു പ്രയാസവും കൂടാതെ, മാനസികമായും ശാരീരികമായിട്ടും സൈന്യബലം കൊണ്ടും പ്രിപ്പയർഡ് ആയതുകൊണ്ട്, ഒരുങ്ങി നിന്നതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ ചോളരാജാവിനെ തോൽപ്പിക്കാൻ പറ്റി. തോൽപ്പിച്ച് അപ്പം തന്നെ സൈന്യത്തോടു കൂടി തന്നെ രാജ്യത്തിലേക്ക് കടന്നു. എന്നിട്ട് മധ്യാർജുന ശിവലിംഗം ദർശിച്ച് കാവേരി സ്നാനം ചെയ്ത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ബ്രഹ്മഹത്യാപാപം തിരിഞ്ഞു നോക്കുമ്പോൾ ആ രൂപം കാണാനില്ല. ബ്രഹ്മഹത്യാപാപം വിട്ടകന്നു എന്ന് മനസ്സിലായി. അങ്ങനെ സന്തോഷത്തോടു കൂടി രാജാവും സൈന്യവും തിരിച്ചു വന്നു. അങ്ങനെ അപ്പോൾ ഭഗവാന്റെ ഒരു അശരീരിയും കൂടി പറയാണ്, രാജാവേ, പൂർവജന്മകൃതമായ ഒരു ബ്രഹ്മഹത്യാപാപം കൂടി ഞാൻ ഇതിലെ കൂടെ നിന്റേത് തീർത്തിരിക്കുകയാണ്. ഭക്തവത്സലനായ ഹാലാസ്യനാഥന് രത്നശോഭിത കനകഭൂഷണങ്ങളെല്ലാം സമർപ്പിച്ച് മനസ്സിൽ കൃതാർത്ഥതയോടുകൂടി പാണ്ഡ്യഭൂപൻ തിരിച്ചു വരാൻ നാട്ടിലെത്തി. അങ്ങനെ ഒരു ശിവരാത്രി ദിവസമാണ്. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ശിവരാത്രി ദിവസം അവിടെ മധുര ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ അടുത്ത് ഒരു ആഗ്രഹം കൂടി പറയും. ഭഗവാനെ, എനിക്ക് ഭൂമിയിലെ ശിവലോകം ഒന്ന് കാണിച്ചു തരണം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ ആകാശചാരിയായിട്ട് സഞ്ചരിച്ചത് കാണിക്കാനുള്ള ഒരു ദൃഷ്ടി കൊടുക്കും. അങ്ങനെ അവിടെ കൈലാസത്തിൽ എന്തൊക്കെയാണോ കണ്ടിട്ടുള്ളത് അതെല്ലാം ഈ പാണ്ഡ്യഭൂപന്, പാണ്ഡ്യഭൂപന് എല്ലാം കാണാൻ സാധിച്ചു. രത്നചകിതങ്ങളായിട്ടുള്ള ഗോപുരങ്ങളും ആ മേരുപർവ്വത ശൃംഗങ്ങളും അപ്സരസ്സുകളും മുനികളും എല്ലാം, മുനിമാരും എല്ലാം തപസ് ചെയ്യുന്ന സ്ഥലങ്ങളും എല്ലാം കണ്ട് ആനന്ദത്തോടു കൂടി വരഗുണ പാണ്ഡ്യൻ ഭഗവാനോട് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞത് തിരിച്ച് അത് ശിവലോക കാണിച്ചിരിക്കുന്നത് ശിവരാത്രി ദിവസമാണ്. അപ്പോൾ വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലെത്തി സന്തോഷപൂർവ്വം ജീവിച്ചു. അങ്ങനെയാണ് 40ാമത്തെ ലീല കഴിയുന്നത്. അപ്പം 41ാമത്തെ ലീല ഒരു പാട്ടുകാരൻ്റെ കഥയാണ്. ഭദ്രൻ എന്നു പേരായിട്ടുള്ള ഒരു പാട്ടുകാരൻ. ആ 41, 42, 43, 44 ഇത് 4 ലീലകൾ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്കിത് കേട്ടാൽ മനസ്സിലാവും ഭഗവാന് സംഗീതം എത്ര ഇഷ്ടമാണെന്ന്. അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് ഭഗവാനും ദേവിക്കും കൃഷ്ണ ഭഗവാനും എല്ലാം ഈ കീർത്തനങ്ങൾ പാടി അവരെ സ്തുതിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണെന്ന് നമുക്കിത് ഈ കഥകളിലൂടെയൊക്കെ മനസ്സിലാവും. അപ്പോൾ ഭക്തിയുടെ ആ ഒരു ഒഴുക്കിൽ ആ ഒരു നദിയില്ലേ, ആ നദി ചിലപ്പോൾ ഇങ്ങനെ ഒരു ശക്തിയില്ലാതെ ഒഴുകും. ഭക്തിയുടെ നദി ചിലപ്പോൾ ശക്തിയില്ലാതെ ഒഴുകും. അപ്പോൾ അതിനെ ഒന്ന് തൊട്ടുണർത്താൻ
ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കീർത്തനം, അത് മാത്രം മതി, അത് ഒഴുകിക്കോളും. പിന്നെ അത് ബാക്കി നമ്മളെ കൊണ്ടുപോയിക്കോളും. അപ്പൊ അതാണ് ഇവിടെ പരമഭക്തനായ ഒരു വരഗുണ പാണ്ഡ്യൻ ക്ഷേമകരമായി രാജ്യപരിപാലനം നടത്തി വരവേ ഒരിക്കൽ ഹേമനാഥൻ എന്ന ചോള രാജാവിന്റെ നാട്ടിൽ നിന്ന് വരികയാണ്. ഹേമനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗായകൻ. അപ്പൊ ഈ ഗായകനെ അവര് അന്നും എപ്പോഴും ഈ കലാകാരന്മാരെയൊക്കെ ആദരിച്ച് സ്വീകരിച്ച് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ശത്രു രാജ്യത്തിൽ നിന്നാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തുകയൊക്കെ ചെയ്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ നാട്ടിൽ ഇതുപോലെ പാടുന്ന ഒരു ആളുണ്ടാവണമായിരുന്നു. അത് എന്തായാലും ഒരാളെ കൊണ്ടുവന്ന് ഇയാൾക്ക് കാണിച്ചു കൊടുക്കണം, എൻ്റെ നാട്ടിലത്തെ ആളുകൾക്കും ഇതിനേക്കാളും നന്നായിട്ട് പാടാൻ മത്സര ബുദ്ധി അതൊക്കെ ഉണ്ട്, അപ്പോൾ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് ചോള രാജാവിൻ്റെ അന്വേഷിക്കാൻ തുടങ്ങും. ആരെയാണ് ഇപ്പോൾ ഭദ്രനോട് ആദ്യം പോയി ചോദിച്ചു. ഭദ്രൻ എന്നാണ് ആസ്ഥാന ഗായകന്റെ പേര്. അപ്പോൾ ഈ ഭദ്രൻ വളരെ വലിയ ശിവഭക്തനാണ്. ഭദ്രനെ വിളിച്ചു പോയി, ഭദ്ര ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നീ ഇതിനേക്കാളും ഗംഭീരമായിട്ട് നാളെ രാജ്യസഭയിൽ തകർത്ത് പാടണം, അതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളൂ, അപ്പൊ സാധിക്കില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഭദ്രൻ പറഞ്ഞു, തീർച്ചയായും ഭഗവാനെ, രാജാവേ, തീർച്ചയായും സാധിക്കും, ഞാൻ പാടി തോൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞെങ്കിലും ഭദ്രനുള്ളിൽ ഭയാണ്. എനിക്കത്ര വലിയ കഴിവൊന്നുമില്ല ഭഗവാനെ, എനിക്ക് ഇയാളെ ജയിക്കാനൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. അത്രയും നല്ല പാട്ടുകാരനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭദ്രൻ എന്ത് ചെയ്തു? ഭദ്രൻ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പശുപതേ ഭഗവാനെ, ചോള ഗായകനെ സഭാമധ്യത്തിൽ ജയിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തെങ്കിലും എനിക്ക് ഒരു വിശ്വാസവും, അപമാനം വരുത്തരുതേ പ്രഭോ, അവിടുത്തെ പാദാംബുജമല്ലാതെ ഇവന് മറ്റൊരു ഗതിയുമില്ല. അങ്ങനെ ഭദ്രൻ വീട്ടിൽ പോയി മഹാദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ഒരു വൃദ്ധന്റെ വേഷത്തിൽ പോയിട്ട് ഈ ഹേമനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകാരൻ വന്നല്ലോ ചോളരാജ്യത്ത് നിന്ന്, ആ പാട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് പാട്ട് പാടാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വലിയ ഒരു മണിമന്ദിരത്തിലൊക്കെ പാർപ്പിച്ചിരിക്കുകയാണ് രാജാവ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പാട്ട് കേൾക്കണം, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കൂ എന്ന് പറഞ്ഞ് കൊട്ടാരത്തിന്റെ അടുത്തായിട്ടൊരു മണിമന്ദിരത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് തോഴിമാരെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ പാട്ടുകാരൻ ഇങ്ങനെ തോഴിമാരൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പാട്ടുകളൊക്കെ പാടിയിരിക്കുന്ന സമയത്താണ് ഈ വൃദ്ധന്റെ പാട്ട് കേൾക്കും. അപ്പൊ വൃദ്ധൻ പറയും, വിറക് വേണോ, വിറക്, ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ പാട്ടുകൾ പാടും. അപ്പൊ ആളുകളൊക്കെ അത്രയും മധുരമായിട്ടാണ് ആലപിക്കുന്നത്. എല്ലാവരും ചെയ്യുന്ന ജോലികളൊക്കെ നിർത്തി ഇദ്ദേഹത്തിന് ഇങ്ങനെ നോക്കാൻ തുടങ്ങും. ഈ രൂപത്തിൽ നിന്നാണോ ഇത്രയും നല്ല സംഗീതം ഒഴുകി വരുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി നോക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഹേമനാഥൻ ഇത് കേട്ട് മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും, അങ്ങ് ആരാണെന്ന് ചോദിക്കും. ഞാനൊരു വിറക് വെട്ടുകാരനാണ്, പക്ഷെ എൻ്റെ ഗുരു അദ്ദേഹം അതിഗംഭീരനായിട്ടുള്ള ഒരു ഗായകനാണ്, കേട്ടിട്ടില്ലേ, ഭദ്രനാ പേര്. അപ്പൊ ഭദ്രന്റെ ശിഷ്യനായ ഇത്രയും വൃദ്ധനായിട്ടുള്ള ഞാൻ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ എത്ര നന്നായിട്ട് എൻ്റെ ഗുരു പാടും എന്ന് അദ്ദേഹത്തിനെ കൂടി തോന്നിപ്പിക്കണം. അതേ വേണ്ടു. ഈ ഹേമനാഥന് തോന്നണം, ഇത്ര നന്നായിട്ട് ഇയാൾ പാടുന്നുണ്ടെങ്കിൽ ഇയാളുടെ ഗുരു അതിനേക്കാളും എത്ര നന്നായിട്ട് പാടുമായിരിക്കും. അപ്പൊ പിന്നെ നാളെ ഒരു മത്സരം വെച്ചിട്ടുണ്ടല്ലോ, ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല, ഇങ്ങനെ തോന്നിപ്പിച്ചു എന്ന് വേണം പറയാൻ. അപ്പൊ ഹേമനാഥൻ രാഖി രാമാനം നാട് വിടുന്നതാണ്. ആരും അറിയാതെ തൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വന്ന വഴിക്ക് തിരിച്ച് ഓടിപ്പോയി. അങ്ങനെ വൃദ്ധന്റെ അപ്പം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ശിവ ശിവ, ഈ ഗായകൻ, ഇവന്റെ ഗാനം ഇത്രയും മഹാത്ഭുതമാണെങ്കിൽ, ശിഷ്യൻ ഇങ്ങനെയാണെങ്കിൽ ഗുരുനാഥന്റെ ഗാനമഹിമ എന്തായിരിക്കും? അവനോട് സഭയിൽ പാടുവാനാണ് രാജാവ് ആവശ്യപ്പെട്ടത്. അതിന് ഞാൻ ഒട്ടും പോരാ, ഇവിടെ നിന്ന് ഗമിക്കുകയേ വഴിയുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഗായക ശ്രേഷ്ഠൻ ആരോരും അറിയാതെ ശിഷ്യന്മാരോടൊപ്പം അവിടം വിട്ട് ഓടിപ്പോയി. ഭഗവാൻ അന്ന് രാത്രി ഭദ്രനോട് സ്വപ്നത്തിൽ എല്ലാ വിവരവും അരുളി ചെയ്തു. ഭദ്രൻ പുലർക്കാലത്ത് എണീറ്റ് കുളിച്ച് ഹാലാസ്യനാഥനായ സുന്ദരേശനെ നമസ്കരിച്ച് പലവിധ സ്തോത്രങ്ങളാൽ സ്തുതിച്ച് അനന്തരം രാജസന്നിധിയിൽ ധൈര്യത്തോടെ പറഞ്ഞു, ചോളഗായകനെ വരുത്തിയാലും ഞാൻ പാടി ജയിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഗായകൻ, നമ്മുടെ ഭദ്രൻ പറയും. അപ്പോൾ രാജാവ് ചോളഗായകനെ വരുത്താൻ വേണ്ടി ആളയച്ചു പോയ സമയത്ത് കിങ്കരന്മാർ പറയും, രാജാവേ, അദ്ദേഹം പോയി കഴിഞ്ഞു. എന്താ കാരണം എന്നറിയില്ല, അദ്ദേഹം ഇന്നലെ ഉച്ചയോടുകൂടി പോയി കഴിഞ്ഞു എന്ന് പറയും.
അങ്ങനെ രാജാവ് ഒരുപാട് ആ മത്സരത്തിൽ ജയിച്ച ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രാജാവ്. അതൊക്കെ എടുത്ത് ഭദ്രന് ദാനം ചെയ്തു. ഭദ്രൻ എന്ത് ചെയ്തു? അതൊക്കെ അതിൻ്റെ പാതി എടുത്ത് ഭഗവാന് നേരെ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. ബാക്കിയുള്ളത് ശിവഭക്തന്മാരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ചെയ്തു. ശിവഭക്ത ശിരോമണിയായ ഭദ്രന്റെ മഹാഭാഗ്യത്തെയും ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും എല്ലാവരും പ്രശംസിച്ചു. ഇങ്ങനെ ഉള്ള ഹാലാസ്യനാഥൻ ത്വം ബ്രഹ്മാദ്വിതീയം ച പരിപൂർണം പരാത്പരം ഇതി കോ ഗീയതേ വേദൈ സ്തം വന്ദേ സോമസുന്ദരം ജ്ഞാതൃജ്ഞാനജ്ഞേയരൂപം വിശ്വം വ്യാപ്യവ്യവസ്ഥിതം സ്വയം സർവൈരദൃശ്യോയം തം വന്ദേ സോമസുന്ദരം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. 42ാമത്തെ ലീല. അപ്പോൾ ചേരഭൂപന് പത്രമയച്ച കഥ, ഇതും ഭദ്രനെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അങ്ങനെ ഭദ്രൻ ഈ ധനമൊക്കെ കിട്ടി, ഇങ്ങനെയുള്ള സമ്മാനങ്ങളെല്ലാം കിട്ടി. ഭദ്രന് കുറച്ചും കൂടി സമയം ഭഗവാനെ ഭജിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഭഗവാനെ പൂജ ചെയ്തിട്ടും ഭഗവാന് വേണ്ടി സ്തുതിഗീതങ്ങളൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പോൾ അദ്ദേഹം പതുക്കെ രാജസേവ അങ്ങോട്ട് ഉപേക്ഷിച്ചു. രാജാവിനെ സ്തുതിക്കുന്നത് നിർത്തി ഭഗവാനെ മാത്രം സ്തുതിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ ദേവദേവന്റെ പാദപങ്കജങ്ങളിൽ ആസക്തമായ മനസ്സോടുകൂടി കഴിഞ്ഞുകൂടി ഗാനസ്വരൂപനായ സുന്ദരേശനെ ഗാനാമൃതം കൊണ്ട് തന്നെ സേവിച്ച് രാപ്പകൽ ജീവിതം നയിച്ചു. ഭക്തപ്രിയനായ ഭഗവാൻ ഭദ്രന്റെ ഗാനത്താൽ ആകൃഷ്ടനായി വീണ്ടും വീണ്ടും സന്തോഷത്തോടെ ഗംഗാജലം തുളുമ്പി വീടുമാട് തലയാട്ടി ഇങ്ങനെ രസിക്കും. ഭദ്രൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ പാടിയപ്പോഴൊക്കെ ഭഗവാൻ ഇങ്ങനെ രസിക്കുന്നുണ്ടാവും. തലയാട്ടി കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ തലയാട്ടി രസിച്ച് ഇങ്ങനെ പാട് ഇനിയും പാട്. അങ്ങനെ ഭഗവാൻ പറഞ്ഞാൽ പിന്നെ ഭക്തന് പാടാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം ഭക്തൻ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ അമൃതത്തിൻ്റെ മാധുര്യം അതിങ്ങനെ നുകർന്ന് ഭദ്രൻ ഇങ്ങനെ പാടി ജീവിതം മുന്നോട്ട് പോവാണ്. അങ്ങനെ ഒരു ദിവസം സുന്ദരേശൻ എന്ത് ചെയ്തു? ഭഗവാൻ ഇങ്ങനെ ഇഷ്ടം കൂടിയിട്ട് ഭദ്രനോടുള്ള സ്നേഹം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അപ്പൊ നമുക്ക് കാണാം ഭഗവാന്റെ 2 തലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നിശ്ചലമായിരിക്കുന്ന സാക്ഷീരൂപനായിട്ടുള്ള അൺമാനിഫെസ്റ്റ് ഫോം ഓഫ് അവെയർനെസ്, അൺമാനിഫെസ്റ്റ് ഫോം ഓഫ് ശിവ. അത് ഒരു ഭാഗം ചലിക്കാതെ, അതാണ് മൂലലിംഗമായിട്ട് സുന്ദരേശലിംഗമായിട്ട് നമ്മൾ പൂജിക്കുന്നു. അതിൽ നിന്നാണ് നിമിഷാവതാരം എടുത്തിട്ട് ഇങ്ങനെ വരുന്നത് ഓരോരോ രൂപത്തില്. അപ്പൊ ഈ കളിക്കുന്ന ഈ ഒരു രൂപം അത് ടാഞ്ചിബിൾ ആണ്, അത് നമുക്ക് കളിക്കാൻ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ള അരൂപമായിട്ടുള്ള നിർഗുണമായിട്ടുള്ള ആ ഒരു ഉപാസനയിൽ നമുക്ക് ഈ കളി പറ്റില്ല. അത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള പാത്താണ്. നമുക്ക് ഈ കളിക്കാൻ രസം ഇതാണ്, ഭക്തിയല്ലേ രസം. ഇവിടെ നമുക്ക് കളിക്കാം, എന്തോ അങ്ങോട്ട് എല്ലാം അപ്പുറത്ത് ഇരുന്നിട്ട് ഭഗവാനെ പറയും കേൾക്കും, നമുക്ക് എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഭഗവാനെ എങ്ങനെ ഉൾപ്പെടുത്താം എന്നാണ് ഈ കഥകളിലുടനീളം നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? ഇഷ്ടം കൂടിയിട്ട് ഭദ്രൻ എന്തൊക്കെയാ ഞാൻ കൊടുക്കുക, എവിടുന്നാ കിട്ടുക, എവിടുന്നാ കിട്ടുക എന്നൊക്കെ നോക്കി നടക്കുക ഭഗവാൻ. എന്നിട്ട് എന്താ ചെയ്യുക? ഇവരുടെ രാജകൊട്ടാരത്തിൽ ഖജനാവിൽ സൂക്ഷിച്ചിരിക്കുന്ന ധനം ഓരോ ദിവസം കുറച്ചായി എടുത്തിട്ട് ഭദ്രന് കൊണ്ടു കൊടുക്കും. നോക്കുമ്പോൾ ആർക്കും പൂട്ട് പൊളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ധനം ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളും സ്വർണ്ണങ്ങളും എല്ലാം എടുത്ത് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഭദ്രൻ അതൊക്കെ ഒന്നും ഭദ്രൻ വെക്കില്ല. അതുകൊണ്ടാണ് ഭഗവാന് ഭദ്രന് ഇത്ര സ്നേഹം തോന്നാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ നിഷ്കളങ്കത നമുക്ക് ബാക്കി എല്ലാവരെയും പറ്റിക്കാൻ പറ്റും, പക്ഷെ ഭഗവാനെ പറ്റിക്കാൻ പറ്റില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആയിരിക്കും. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മളിപ്പോൾ ഒരു വഴിപാട് നേർന്നു, ഇന്ന കാര്യം സാധിച്ചാൽ ഇന്ന കാര്യം ചെയ്തോളാം, എന്നിട്ട് അതൊരു ബിസിനസ് ഡീലാണ് ഭഗവാനുമായിട്ട്. അത് അതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് അത് വരും, നമ്മൾ ഓടിപ്പോയി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഡീലാണെങ്കിലോ ഭക്തിയുടെ ഡീൽ അതൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ
അവിടെ നമുക്ക് എന്തും പറയാം, എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഹൃദയത്തിൽ മുഴുവൻ ഭക്തിയാണ്. ഭഗവാനാണ് എനിക്കെല്ലാം, സർവസ്വവും ഭഗവാനാണ് എന്ന് കരുതിയിട്ടുള്ള ആ ഒരു ഭക്തിയുടെ ഭാവമാണ്. അവിടെ എല്ലാം ഇതെല്ലാം നടക്കും. അപ്പോൾ പറയും മന്നവന്റെ മിന്നുന്ന ഭൂഷണജാലങ്ങൾ, രാജാവിൻ്റെ ആഭരണങ്ങളും രത്നങ്ങളും എല്ലാം എടുത്ത് കൊടുക്കും. അപ്പം ഇയാളെന്താ ചെയ്യുക? അതെല്ലാം എടുത്ത് അദ്ദേഹം ദാനം ചെയ്യും. ദാനം ചെയ്ത് ഖജനാവിൽ കാര്യങ്ങളൊന്നും അധികം ഇല്ല. ഈ ഭദ്രന്റെ അടുത്താണെങ്കിലോ ഒന്നുമില്ല, ഭദ്രൻ ഒന്നും വെക്കില്ല, മുഴുവൻ എടുത്ത് ദാനം ചെയ്യും. അപ്പോൾ ഒരു ദിവസം സുന്ദരേശനെ പ്രാർത്ഥിച്ച് ഭദ്രൻ പറയും, ഭഗവാനെ ഹാലാസ്യനാഥ. അപ്പൊ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? വന്ന് വാങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭദ്രന് പിന്നെ കൊടുക്കാനൊന്നുമില്ല. അപ്പൊ ഭദ്രൻ പ്രാർത്ഥിക്കും, ഭഗവാനെ ഒന്നുമില്ല എൻ്റെ അടുത്ത്, ഇനി ഒന്ന് വേഗത്തിൽ എന്തെങ്കിലും തരണേ, എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഭഗവാൻ പറയും, അങ്ങയുടെ പാദം അല്ലാതെ എനിക്ക് ഒരു ഗതിയും ഇല്ല, ഇവിടെ നിറയെ ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്, ഭഗവാനെ എന്തെങ്കിലും തരണേ വേഗത്തില്. അപ്പൊ അവനവന് വേണ്ടിയല്ല ചോദിക്കുന്നത്, കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭഗവാൻ വന്നിട്ട് ഒരു പറച്ചില് പറയും. ഭഗവാൻ പറയും, ഭദ്ര സ്വപ്നദർശനാണ്. അപ്പം സ്വപ്നത്തിലാണ് പറയുന്നത്, എല്ലാം ഭദ്ര, ഞാൻ ഈ നിന്റെ ദാനശീലം കണ്ടിട്ട് എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ തന്ന ആഭരണങ്ങളും ധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണ്. അതൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ രാജാവ് ഇതാരാ ഈ ധനമൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നതെന്ന് അറിയാതെ മനസ്സ് വളരെ വിഷമിച്ചിരിക്കുകയാണ് രാജാവ്. അതുകൊണ്ട് ഭദ്ര, ഇത് വളരെ വളരെ പ്രയാസമാണെന്ന് പറയും. നീ ഒരു കാര്യം ചെയ്യും, ഇനി വേറൊരു വഴി നമുക്ക് കണ്ടുപിടിച്ചേ പറ്റും. ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ചേര രാജാവായിട്ടുള്ള രാജാവ്, ഇപ്പൊ ഉള്ള ചേരഭൂപൻ എൻ്റെ വലിയ ഭക്തനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പത്രിക തരാം, നീ അതുമായിട്ട് പോയിട്ട് ഈ ചേരരാജാവിന് കൊടുക്കണം, നിനക്ക് എന്താ വേണ്ട ധനം അദ്ദേഹം തരും എന്ന് പറയും. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ? ചേരരാജാവിന് സ്വപ്നത്തിൽ ദർശനം കൊടുത്തിട്ട് പറയും, എൻ്റെ ഒരു ഭക്തൻ ഇവിടെ വരുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടതൊക്കെ കൊടുക്കണം എന്ന് പറയും. അങ്ങനെ ഈ ചേര രാജാവിൻ്റെ അടുത്ത്, അപ്പം അത് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞപ്പോൾ തന്നെ രാജാവ് ഉടനെ പോയിട്ട് പിന്നെ ഒരുപാട് ധനമൊക്കെ എടുത്തു വെച്ച് എല്ലാം എടുത്ത് ഈ ഭദ്രന് നൽകും. എന്നിട്ട് പറയും, എനിക്ക് അങ്ങയെ കണ്ടപ്പോൾ ശിവഭഗവാനെ നേരിട്ട് കണ്ടതുപോലെ തോന്നുന്നു, കാരണം അത്രയും അങ്ങയോടുള്ള കാരുണ്യം കൊണ്ടല്ലേ ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞത്. എനിക്ക് ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഭഗവാനെ, അങ്ങയുടെ കാരുണ്യം എന്നെ കൊണ്ട്, ഞാനൊരു നിമിത്തമായിട്ട് ഇദ്ദേഹത്തിന് ധനം കൊടുപ്പിച്ചല്ലോ ഭഗവാൻ, എന്നെ തെരഞ്ഞെടുത്തല്ലോ. അപ്പൊ ഇതാണ് നിമിത്തമായിട്ട് ഇരിക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ബെസ്റ്റ് ചെയ്യാൻ പറ്റുക, നിമിത്തം മാത്രം ഭവ സവ്യസാചി എന്ന് ഭഗവാൻ പറയുന്നില്ലേ, അതുപോലെ നല്ലൊരു ഉപകരണമായിട്ടിരിക്കുക. എങ്ങനെയാ നല്ല ഉപകരണം ആവുക? നല്ല ഉപകരണമാണ് ആവണമെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഈ ചെറിയ ചെറിയ ചിന്താഗതിയും സങ്കല്പങ്ങളും ചെറിയ ചെറിയ ചിന്തകളും ഇവര് അത് അങ്ങനെയുള്ള എല്ലാം എടുത്ത് മാറ്റിയിട്ട് അവിടെ നിറയെ ഭഗവാനെ നിറയ്ക്കുക. ഭഗവാനെ നിറയ്ക്കാൻ എന്താ വഴി? ഇങ്ങനെ കഥകൾ കേൾക്കുക, സൂത്രങ്ങൾ പാടിയിട്ടും മറ്റുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അറ്റ്ലീസ്റ്റ് വൈകുന്നേരം ആയാലെങ്കിലും നമ്മൾ ന്യൂസും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും കാണാതെ മനസ്സ്, നമ്മൾ ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപം സ്ഥിതിയിൽ പോയിട്ട് നമ്മൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. രാത്രി ഉറങ്ങി എണീക്കുമെന്ന് അറിയില്ല അല്ലേ, രാവിലെ എണീക്കുമെന്ന് നമുക്കറിയില്ല, വി ആർ നോട്ട് ഷുവർ. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള അല്പായുസുകളായിട്ടുള്ള നമ്മളൊക്കെ രാത്രി പോകുമ്പോൾ എന്താ, ഞാൻ ഇന്ന് രാത്രി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ, എനിക്ക് എന്താ ബാക്കി ഉണ്ടാവുക? മനസ്സിനെ ഏത് തരത്തിൽ നമ്മൾ മനസ്സിനെ കൊണ്ടുപോകുന്നോ അതുപോലെയാണ് നമ്മുടെ ബാക്കിയുള്ള എന്താണെങ്കിലും ബാക്കിയുള്ള സമയത്ത് അത് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഉണ്ട് തന്നെ. ഭഗവത്ഗീത തന്നെ പറയുന്നില്ലേ, വാസാംസി ജീർണാനി യഥാവിഹായ. ഭഗവാൻ പറയുന്നില്ലേ, അഴുക്കായ വസ്ത്രങ്ങൾ അഴിച്ചിടുന്നത് പോലെ ജീവൻ എന്ത് ചെയ്യുന്നു? മറ്റൊരു ശരീരം എടുക്കുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലും എല്ലാം നമ്മൾ ഈ ചിത്തവും കൊണ്ടാണ് പോകുന്നത്. ആഗ്രഹങ്ങൾ നിറഞ്ഞ ചിത്തം, ക്രോധം നിറഞ്ഞ ചിത്തം, കാമം നിറഞ്ഞ ചിത്തം, ഇതൊക്കെ എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കിത് അനുഭവിക്കാൻ ഒരു ഉപകരണം വേണ്ടേ? നമ്മളിപ്പം തൈർസാദം കഴിച്ചു നമുക്കത് കഴിക്കണമെങ്കിൽ വായ വേണ്ടേ, ശരീരം വേണ്ടേ? ഉപകരണം ഇല്ലാണ്ട് എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് എന്താ ബെസ്റ്റായി ചെയ്യാൻ പറ്റുക?
നല്ലൊരു ഉപകരണമായിട്ട് ഇരിക്കാൻ പറ്റും. ഭഗവാന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഭക്തിക്ക് വേണ്ടി ഭഗവാന് ഭക്തിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഒരു ഉപകരണമായിട്ട് ഇരുന്നു കൊടുക്കുക. അതിന് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചിരിക്കുക. എന്താണ് ശുദ്ധി? നമ്മളിപ്പോൾ പലരും വെജിറ്റേറിയൻസ് ആയിരിക്കും, നല്ല ഭക്ഷണമൊക്കെ പച്ചക്കറി ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അല്ലാതെ മറ്റേത് മോശമാണ് അങ്ങനത്തെ ഒരു പ്രത്യേകമായിട്ട് ഇതൊന്നും എടുക്കുന്നില്ല, അത് ഓരോരുത്തരുടെ പ്രിഫറൻസ്. ഇപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു അഹിംസ അടിസ്ഥാനമായിട്ടുള്ള അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഭക്ഷണമൊക്കെ സെറ്റപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എന്ത് ഭക്ഷണം നമ്മൾ മനസ്സിന് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ നമ്മൾ കണ്ണിലൂടെ കൊടുക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഭക്ഷണമാണ്. നമ്മൾ ഈ ചെവി കൂടെ കൊടുക്കുന്നതൊക്കെ മനസ്സിന്റെ ഭക്ഷണങ്ങളാണ്. അപ്പോൾ അത് എന്ത് തരത്തിലുള്ള ഭക്ഷണം? ഈ നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെ ചർച്ചകളും അതും ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് ഭയമാണ്. നോക്കൂ, എവറിത്തിങ് ഈസ് റണ്ണിങ് ഓൺ ഫിയർ നൗ. ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ എവറിത്തിങ് അവരെന്നെ അറിയുന്നുണ്ടാവില്ല, ന്യൂസ് വായിക്കുന്നവരെന്നെ അറിയുന്നില്ല. ദ ടോൺ ദാറ്റ് ഈസ് സെറ്റ്, അതിന് പിന്നിലൊരു ടോണില്ലേ? നിങ്ങൾ കുറേ കാലം ന്യൂസൊക്കെ കാണാണ്ട് ഇതിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒന്ന് കണ്ടു, അപ്പോഴാണത് മനസ്സിലാവുക. എന്നും കാണുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഈ നെഗറ്റിവിറ്റി ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ അതും കൊണ്ട് ഭയത്തോടു കൂടി പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭയം. സൂര്യൻ അവിടെ ഭഗവാൻ അവിടെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാണ്ട് കുറേ ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭയമാണ്. കാരണം എന്താണ്? അതാണ് ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ട്. അതിനാണ് കണ്ണിനൊരു പോള വന്നിരിക്കുന്നത്. അതിനാണ് കണ്ണടയ്ക്കൂ വേണ്ടാത്ത കാര്യങ്ങൾക്ക്. അത് കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, ഞാൻ തീരുമാനിക്കണം, എനിക്ക് കേൾക്കേണ്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. എന്ത് കാര്യം നമുക്ക് എന്താ അൾട്ടിമേറ്റ്ലി ഇതിനൊരു കൊണ്ടൊരു ഗുണം? അപ്പം ഞാനിനി എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കേൾക്കാൻ പോകുന്നുള്ളൂ. നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കൂ. ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആദ്യത്തെ കാലത്ത് ഒരു ഭയം, അയ്യോ പ്രധാനപ്പെട്ട ന്യൂസൊക്കെ മിസ് ചെയ്തു പോകുമല്ലോ. പക്ഷേ ഈ 10-25 വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, അറിയേണ്ട ന്യൂസ് ആരുടെയെങ്കിലും കൂടെ ഭഗവാൻ നമ്മളെ അറിയിച്ചു തരും. അറിയേണ്ട കാര്യങ്ങൾ അത്രയും വരെ എത്തുകയും ചെയ്തു. അതിൽ നിന്ന് പറയുകയാണ്, ഈ നല്ല കാര്യങ്ങൾ, നല്ല സന്തോഷം ഉണ്ടാക്കുന്ന അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. വീട്ടിലിങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ ന്യൂസൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ ഏതോ രാജ്യത്ത് നടക്കുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ വൈബ്രേഷൻ നമ്മുടെ വീട്ടിലെ ലിവിംഗ് റൂമിലേക്ക് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ വാട്ട്? എന്ത് കിട്ടാൻ? എന്നിട്ട് നമുക്ക് ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ആർ വി ഡൂയിങ്? നമ്മൾ എന്താ കൊടുക്കുന്നത്? കഴിക്കാൻ മനസ്സിനെന്താ കൊടുക്കുന്നത്? നല്ല കാര്യങ്ങൾ കാണാം ഭഗവാൻ. അതേപോലെ തന്നെ നാക്ക്, നമ്മളിപ്പോൾ ഗൗതമ മഹർഷി കാഞ്ചനമാലാദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു, മാനസിക ധർമ്മം, വാചിക ധർമ്മം, കായിക ധർമ്മം. ശരീരം കൊണ്ട് ചെയ്ത് നമ്മളൊക്കെ നല്ല ആരോഗ്യവാന്മാരായിരിക്കും. ചിലപ്പോൾ നടക്കും എല്ലാം, വ്യായാമം വേണം, നല്ല ആഹാരം വേണം, ധ്യാനം, ജപം, ഇതൊക്കെ നാക്കിലൊരു നാമം ഇങ്ങനെ കളിച്ചോട്ട് അവിടെ എന്താ നമുക്ക് ഒരു നഷ്ടം? അതിങ്ങനെ നിങ്ങളോട് അധികം ഇതിപ്പം ആദിശങ്കരയുടെ ഗ്രൂപ്പിലൊന്നും അധികം പറയണമെന്നില്ല, ഞാൻ എൻ്റെ ചാനലിലും കൂടി ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കേൾക്കുന്നവർക്കും കൂടി പറയുകയാണ്, എന്തെങ്കിലും ഒരു നാമം നമുക്ക് നാക്കിൽ ഇങ്ങനെ അവിടെ കളിയാടട്ടെ. അത് ഏതൊക്കെ തരത്തിലാണ് നമ്മളെ രക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പൂന്താനം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞില്ലേ, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, നാവിന്മേലെപ്പോഴും തിരുനാമങ്ങൾ വരട്ടെ. അത് തന്നെ മതി ഒരു മനുഷ്യന് കലികാലത്തിൽ രക്ഷപ്പെടാൻ. അപ്പോൾ ഒരു ഗുരു ഇല്ലല്ലോ, എനിക്കൊരു ചെയ്യാൻ പ്രാക്ടീസ് ഇല്ലല്ലോ, ഒന്നും വേണ്ട. ഇവിടെ തുടങ്ങൂ. നമുക്ക് എല്ലാത്തിൽ 100% നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇത്തിരി സമയമുണ്ട്, ഒരു അരമണിക്കൂറുണ്ട് വിചാരിക്കും. അപ്പോൾ ആ അരമണിക്കൂർ നമ്മൾ 100% ഈ ഫോൺ കൊണ്ട് കളിക്കാണ്ട് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ 100% ഇരുന്ന് ശരിക്കും ശ്രദ്ധയോടെ ജപിക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. ചെയ്യുന്ന കാര്യം നമ്മൾ 100% ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. കാലം അധികമൊന്നുമില്ല, പെട്ടെന്ന് ജീവിതം ഇങ്ങനെ മുന്നിൽ പോയിക്കോളും. നമുക്ക് ആകെയുള്ള നമ്മുടെ കയ്യിൽ 2 സാധനങ്ങൾ. എന്താ പറഞ്ഞത്? 2 കാര്യങ്ങൾ. ഒന്ന് ശ്രദ്ധ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ശ്രദ്ധ എന്ന് പറയുന്ന ഈ ധനം, ഈ സോഷ്യൽ മീഡിയയും എല്ലാം നമ്മളെടുത്ത് ഓരോ മിനിറ്റിലും ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാവുന്നുണ്ടോ? ഓരോ മിനിറ്റിലും നമ്മൾ, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ, നമുക്കൊരു ഭജൻസിൻ്റെ ഒരു വീഡിയോ കേൾക്കണം. അത് തപ്പാൻ ഒരു ക്ലിക്ക് ചെയ്തത് അപ്പോഴേക്കും ബംബാർഡാണ്. അത് നിറയെ വീഡിയോസ് വന്നിങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്ട് തന്നെ പ്ലേ ചെയ്ത് നമ്മളിങ്ങനെ പരിഭ്രമിച്ചു. അയ്യോ, ഞാൻ എന്തിനായിരുന്നു വന്നത് ഇവിടെ? ഞാൻ എന്തോ നോക്കാൻ വന്നത്, എന്താണെന്ന് മറന്നു പോയി കഴിഞ്ഞു. അതാണ് അനുഭവം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ കുറച്ച് വീഡിയോസ് നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് ഭജൻസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ അങ്ങോട്ട് ഹോമിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നേരെ ഡൗൺലോഡ്സിൽ പോയിട്ട് പ്ലേ ചെയ്ത്. എന്നാൽ പിന്നെ ഈ പരിഭ്രമവും ശ്രദ്ധ പോവില്ല. നമ്മൾ വന്ന കാര്യം എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തന്, സാധകന് കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണ്? ശ്രദ്ധ.
ശ്രദ്ധ, അതാണ് ഭഗവാൻ പറഞ്ഞത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഈ ശ്രദ്ധയെക്കുറിച്ച് എല്ലാ ഋഷീശ്വരന്മാരും നമ്മുടെ ശാസ്ത്രങ്ങളിൽ എങ്ങും കൊട്ടിഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം മനസ്സിൽ വെക്കുക. എനിക്ക് എൻ്റെ ലക്ഷ്യം ഞാൻ ഉറപ്പിച്ചോ? സ്വയം ചോദിക്കാം. ഈ ലക്ഷ്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗം, അതാണ് ധർമ്മം, അത് ഞാൻ ആചരിക്കുന്നുണ്ടോ? മനസ്സിലാണ് എല്ലാ ധർമ്മവും തുടങ്ങുന്നത്. ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരും പറഞ്ഞു തരണം. നമ്മളൊരാളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, നമുക്ക് ആരെങ്കിലും വന്ന് പറഞ്ഞു തരണോ? കൃത്യം 4:30 നിങ്ങൾ അയാളെ കുറിച്ച് ഓർമ്മിക്കണം എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാക്ക് ഓഫ് ദി മൈൻഡ് എപ്പോഴും അയാളുണ്ട്. ഇതുപോലെ ഭഗവാനെ വെക്കണം. അല്ലാതെ നമ്മൾ ലൂപ്പ് വാം സ്പിരിച്വാലിറ്റി ആയിട്ട് ചെറിയ ഭക്തി, സന്ധ്യയ്ക്ക് ഞാനിരുന്ന് ജപിക്കും, അങ്ങനെ അത് പോരാ. അത് ചെറിയ സ്ലോ ആയി പോകുന്ന വണ്ടിയാണ്. അതിൽ പോയാൽ മതി, അത് മതി. പക്ഷെ അതിലും ഫാസ്റ്റായി പോകാൻ പറ്റുന്ന വഴികളുണ്ട്. എന്താണ്? ലക്ഷ്യം ഉറപ്പിച്ച്. ഇതാണ് വ്യവസായാത്മിക ബുദ്ധി രേഖയ കുരുനന്ദന. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഉറപ്പിച്ച ബുദ്ധിയായിരിക്കണം. ബുദ്ധിയാണ് നമ്മുടെ കയ്യിലുള്ളത്, ശ്രദ്ധയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് മായ സദാ നമ്മളടുത്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും, നമ്മളടുത്ത് ഈ ശ്രദ്ധ വലിച്ചു കൊണ്ടുപോകാൻ. കാരണം എന്താണ്? ഈ കളി മുന്നോട്ട് പോകണ്ടേ? ഈ കളി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മായയുടെ 3D മൂവി ഇങ്ങനെ കളിക്കണ്ടേ? അപ്പൊ ഞാൻ ഈ വ്യക്തിയാണ്, ഞാൻ ഈ വേഷമാണ്, അയ്യോ ഇത് ഈ കളി നടക്കണമെങ്കിൽ ഈ ശ്രദ്ധ അപഹരിച്ചേ പറ്റൂ. അപ്പൊ ശ്രദ്ധ അപഹരിക്കാതിരിക്കാൻ ദേവിനെ നല്ലോണം പ്രാർത്ഥിച്ച്, അമ്മേ അംബികയെ, ജഗന്മയെ, മഹാമായേ, എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം, ഈ മായയുടെ പിടിയിൽ നിന്ന് എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ശ്രദ്ധയോടുകൂടി ബുദ്ധി നമ്മൾ ഉറപ്പിച്ച് നമ്മുടെ മാർഗം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗുരു ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരു ഗുരു ആവശ്യമാണെങ്കിൽ വരും. ഇല്ലെങ്കിൽ നമുക്കിതാ ശിവഭഗവാൻ ഗുരുവായിട്ടുണ്ട്, കൃഷ്ണ ഭഗവാൻ ഗുരുവായിട്ടുണ്ട്. എൻ്റെ യാത്രയിൽ തുടങ്ങിയത് തന്നെ ആരുമില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്, ഒരു ക്ഷേത്രം പോലും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു ഞാൻ ജീവിക്കുന്നത്. അവിടെ ഇതൊക്കെ ഹൃദയത്തിലാണെങ്കിൽ ഭഗവാനോടുള്ള അത്യധികമായിട്ടുള്ള ആ സ്നേഹം ഇങ്ങനെ ഒരു അഗ്നിയായിട്ട് ജ്വലിക്കാൻ തുടങ്ങി. അതിന് ഒന്നുമില്ല, ഗുരുവില്ല, ഒരു ക്ഷേത്രം പോലും ഇല്ല, എൻ്റെ അടുത്ത് ശാസ്ത്രങ്ങളുമില്ല, ഒന്നുമില്ല. പണ്ട് എപ്പോഴോ വാങ്ങി വെച്ചൊരു ഭഗവത്ഗീത മാത്രം ഉണ്ട് കയ്യില്. പിന്നെ ഊണിലും ഉറങ്ങാൻ പോകുമ്പോൾ പോലും അടുത്ത് വെക്കും ഭഗവത്ഗീത. കാരണം എനിക്ക് മനസ്സിലായി ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്, ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഭഗവത്ഗീത മാത്രം. അതിങ്ങനെ വായിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. സംസ്കൃതം പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതുമായിട്ട് ആ ഭാഷ വളർത്താനോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷേ ഉള്ളത് എന്താണ്? ഭക്തി മാത്രം. ഭഗവാനെ എനിക്ക് ആഗ്രഹം, എനിക്ക് ഭഗവാനെ അറിയണം, എനിക്ക് ഭഗവാനെ വേണം. കാരണം ഈ സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നും നിലനിൽക്കില്ല എന്നുള്ള ഒരു ബോധ്യം ഉള്ളിന്ന് വരികയാണ്. അത് പൂർവ്വജന്മത്തിലത്തെ ഒരു വാസനയായിരിക്കാം. പെട്ടെന്ന് നിങ്ങൾ പലരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു 30s എത്തിക്കഴിയുമ്പോൾ ഇപ്പം ചിലർക്ക് വളരെ ഇൻറ്റൻസീവായിട്ട് ഒരു ഇൻറ്റൻസിറ്റി വളരെ തീവ്രതയായിട്ട് കൂടിയുള്ള ഒരു ഭക്തി വരും. അത് പിടിച്ചാൽ കിട്ടാത്ത ഭക്തിയാണ്. അപ്പം ആളുകൾ ഭയപ്പെടാൻ തുടങ്ങും, ചുറ്റുമുള്ളവർ. ഇതെന്താ ഇങ്ങനെ? ചിലരൊക്കെ പറയും, അച്ഛനും അമ്മയൊക്കെ പൂജാമുറിയുടെ പുറത്തിങ്ങനെ നടന്ന് കളിക്കും, ഞാൻ അകത്തിരിക്കുമ്പോൾ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, കാരണം അവർക്ക് ഭയം, അയ്യോ കുറേ സമയം പൂജാമുറി ഇരുന്ന് എന്താ ഈ കുട്ടി കാണിക്കണേ, കുടുംബമൊക്കെ ഉള്ളതല്ലേ. ഇങ്ങനെ ഒരു റിസ്ട്രിക്ഷൻസ് വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ അധികം സ്പീഡിലൊന്നും എത്തില്ല. എല്ലാവർക്കും വേണ്ടി നമുക്ക് വേണ്ടത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പിന്നെ ഒരു ഭക്തൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ, എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്നെ പറയാം, ഇങ്ങനെ ഒരു ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന്, ഒന്നുമില്ലാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിലെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ജ്ഞാനത്തിന് ആവശ്യമായിട്ടുള്ള, ആ ഒരു സാധകൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? എനിക്കുള്ളത് സമയമാണ്, എനിക്ക് ശ്രദ്ധയുണ്ട്, എല്ലാം മാറ്റിവെച്ച് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു പ്രാർത്ഥന. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു അഗ്നി എന്താണെന്ന്. അത് ചിലർക്കൊക്കെ അത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ വരുള്ളൂ. അത് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സാധനം ഉള്ളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ബാക്കി എല്ലാത്തിലേക്കും ഒന്ന് അവിടെ മാറ്റി വെച്ചത്, എനിക്കിങ്ങനെ ഒരു സാധനം അത് തന്നെ അനുഗ്രഹം കൊണ്ട്, ഗുരുക്കന്മാരുടെയും ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് വരുന്നത്. അപ്പം അത് വന്നു കഴിഞ്ഞ് നമ്മൾ 100% അതിനോട് നമ്മൾ ലോയലായിരിക്കുക.
ഇത് മനസ്സിലാക്കി എനിക്കിത് ഭഗവാനെ വേണം, എനിക്ക് ഭഗവാൻ പലതും തരും, അതിനിടയിൽ പലതും തരും. നമ്മൾ പണ്ട് ചോദിച്ച സംഖ്യയായിരിക്കും തരിക, വളരെ ടൈമിങ് വളരെ മോശമായിട്ടായിരിക്കും. പണ്ട് ചോദിച്ചായിരിക്കും ഇപ്പം തരിക. അപ്പം അത് കിട്ടിയില്ല, വേണ്ട താങ്ക് യു, എല്ലാം വേണ്ട, എനിക്ക് അതൊന്നുമല്ല വേണ്ട, എനിക്ക് ഭഗവാനെ മതി. ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ. ഭഗവാൻ നോക്കും നിന്റെ പ്രൈം ടൈം ആർക്കാ നീ കൊടുക്കുന്നത്? നീ ന്യൂസ് ചാനൽസിനാണോ കൊടുക്കുന്നത്? നിന്റെ പ്രൈം ടൈം നീ ഓരോ കാര്യങ്ങൾ അതും ഇതുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കൊടുക്കുന്നത്? എനിക്ക് നീ പ്രൈം ടൈം തന്നെ ഞാൻ എന്നെ നീ നിനക്ക് തരും. അതാണ് ഈ ഒരു ഡീലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പിന്നെയും ചൂസ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ഭഗവാനെ മാത്രം മതി എന്ന് പറഞ്ഞ അതാണ് മാനസിക ധർമ്മം എന്ന് പറയുന്ന ഈ ഗൗതമ മഹർഷി പറയുന്നത്. ലക്ഷ്യം ഉറപ്പിച്ച് പിന്നെ അതിനനുസരിച്ചായിരിക്കും നമുക്ക് വാക്കുകളും ശ്രദ്ധയും എല്ലാം നടക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഉള്ളിലറിയാം, വേഗം പോയി എനിക്ക് എൻ്റെ ഭഗവാന്റെ ആ ഒരു ഇതിലിരിക്കണം. ഒന്നുമില്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ തുടങ്ങാലോ. ഭഗവാനെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. അതിനല്ലേ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് ഇത്രയും നല്ലൊരു വഴി കാണിച്ചത്. എന്ത് ഈസിയാ ഒരു എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഒരു വിഗ്രഹത്തിൽ കണ്ടാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മറ്റുള്ളവർ പറയും, പലതും പറയും, അങ്ങനെയുള്ള ആരാധനാ രീതികൾ എല്ലാം എത്തുന്നത് അവിടെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എല്ലാവർക്കും നമ്മൾക്കുള്ള സമയത്തിൻ്റെ 100% നമ്മൾ ഭഗവാന് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഭക്തനായി തീർന്നു. അതുവരെ ഭക്തിയിലേക്ക് നമ്മൾ എത്തില്ല. ചൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പലതും കൊണ്ടുവന്നാലും 100% വോട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഭഗവാനിലേക്ക് എത്താനുള്ള. അപ്പോൾ ശ്രദ്ധയുടെ കാര്യം പറഞ്ഞതാണിത്. അപ്പോൾ ഇനി അടുത്തത് പറയാണ്, ഭദ്രന് ഫലകദാനം കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഈ ഭദ്രന് ഒരുപാട് ധനമെല്ലാം കൊടുത്തിട്ട് ഭഗവാൻ മതിയാവുന്നില്ല. ഇനി ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഓണറും കൂടി കൊടുക്കണം. അപ്പൊ ഭദ്രൻ എന്ത് ചെയ്തു? മഹാപ്രഭുവായി തീർന്നു ഭദ്രൻ. അത്ര ചേരരാജാവിൻ്റെ അടുത്ത് പോയപ്പോൾ എന്ത് ചെയ്തു? ചേരരാജാവ് ധാരാളം ധനം കൊടുത്തു. അപ്പൊ ആ ധനമൊക്കെ എടുത്ത് വന്നപ്പോൾ നല്ല പ്രഭുവായി തീർന്നു. ഇഷ്ടം പോലെ ദാനം ചെയ്യാം. അപ്പൊ ഇങ്ങനെ ദാനം ചെയ്യലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇന്നു മുതൽ ഭദ്രന് മനസ്സിലായി കാലം മോശമായി വരികയാണ്, ശത്രുക്കൾ ഇങ്ങനെ പെരുകി. പലപ്പോഴും കാണാം നമ്മൾക്കൊരു അഭിവൃദ്ധിയും ഇതെല്ലാം വരുമ്പോൾ പല ഭാഗത്തുനിന്നും ശത്രുക്കൾ പൊങ്ങി വരുന്നത് കാണാം. അപ്പോഴൊക്കെ ഇതിൽ പറയുന്ന നല്ലൊരു പോയിന്റ് ഉണ്ട്. എപ്പോഴാണോ കഷ്ടകാലം വരുന്നത്, എപ്പോഴൊക്കെയാണോ നമുക്ക് മനസ്സിനൊരു ക്ലാരിറ്റി ഇല്ലാത്തത്, അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സാധന ചെയ്യേണ്ട സമയം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരാളെ അറിയാം, എൻ്റെ വളരെ അടുത്തൊരാൾ അറിയാം, 1,00,000 പഞ്ചാക്ഷരം ഒരു ദിവസം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്രയോ മണ്ഡലങ്ങൾ ഒരു വർഷം ചെയ്യും. 1,00,000 പഞ്ചാക്ഷരം ഒരു മണ്ഡലം ചെയ്താൽ ഒരു 41 ദിവസം ചെയ്തു കഴിഞ്ഞാൽ എത്രയാവും ടോട്ടല്? 41 ലക്ഷം പഞ്ചാക്ഷരം. അങ്ങനെ ഒരു 4 മണ്ഡലം കഴിഞ്ഞാൽ എത്ര കോടിയാവും നോക്കൂ. അപ്പൊ ഇങ്ങനെയൊക്കെ സാധന ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം അത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന്. 1,00,000 ജപിക്കാനുള്ള ഒരു ദിവസം അദ്ദേഹം 7 മണിക്കൂർ 8 മണിക്കൂർ പോരാ, 10 മണിക്കൂർ പൂജാമുറിയില്ല, ഒന്നുമില്ല, ആഹാരം ഒന്നും ഇല്ലാണ്ടാണ് ഭജിക്കുന്നത്. ഒരു പഴം ഭഗവാന് നിവേദിച്ച ഫലങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് മാത്രം, പാലുപോലില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പം നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം. നമുക്ക് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അത് വേണം, അത് ഭൂമിക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇത്രയ്ക്കും യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ നമ്മളൊക്കെ ഒരുപാട് ഭക്തന്മാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ 10 മണിക്കൂർ 12 മണിക്കൂർ ജപ, പിന്നെ എന്തിനാ ബാക്കി സമയം? അതും വലിയ പ്രായമൊന്നുമുള്ള ആളല്ല. അപ്പം അങ്ങനത്തെ എത്രയോ പേരുണ്ട്. എങ്ങനെയാണ് അവർക്കത് സാധിക്കുന്നത്? എനിക്ക് ഭഗവാൻ മാത്രം മതി, ഭഗവാൻ എന്താ സന്തോഷം ഞാനത് ചെയ്യും. നമ്മൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ചെയ്യില്ല, അതുപോലെ അങ്ങനെയായിരിക്കണം സാധനയും. എനിക്കെന്ത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ടല്ല. മധുരയിൽ ഭജിക്കാൻ പോയപ്പോഴും എനിക്കത് വേണം എന്നൊന്നും പറഞ്ഞിട്ടല്ല. ഒരു മനസ്സിൽ സങ്കല്പം വെച്ചിട്ടില്ല. ഇഷ്ടം കൊണ്ട് എനിക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം, ഭഗവാനെ കണ്ടോണ്ടിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പോയിരുന്ന എന്താ, നമ്മൾ അവർക്ക് കണ്ടോണ്ടിരിക്കണം. ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും വേണ്ട, ജപിച്ചത് മുഴുവൻ അവിടെ സമർപ്പിച്ച് വരികയാണ്. അപ്പൊ അങ്ങനെയായിട്ടുള്ള ഭക്തി നമ്മൾക്ക് ഉണ്ടാവണം മനസ്സിൽ. ഇങ്ങനെയുള്ള എത്രയോ പേരുണ്ട്, അത്രയും ഗംഭീരന്മാരായിട്ടുള്ള സാധകന്മാരുണ്ട്.
അപ്പോൾ നമുക്ക് പറ്റുന്നതിൻ്റെ 100% ചെയ്യുക. കഷ്ടകാലം വരുന്ന സമയത്ത് കൂടുതൽ ഭജിക്കുക. അതാണ് ഭദ്രൻ ഇവിടെ പറയുന്നത്. കഷ്ടകാലം വരുന്നുണ്ട്, ഞാൻ കൂടുതൽ സുന്ദരേശ ധ്യാനവും ഭജനവും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭഗവാൻ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞ് ദാരിദ്ര്യം, ആദി, വ്യാധി, ദുഃഖം, പാപം, ശത്രുപീഠ എല്ലാം തീർക്കാൻ മഹേശ്വര സേവ തന്നെയാണ് ഉത്തമം എന്ന് പറഞ്ഞ് അവിടെ പോയി ഹാലാസ്യനാഥൻ്റെ അടുത്ത് പോയിട്ട് ഭജിക്കാൻ തുടങ്ങും. അങ്ങനെ വാഴുന്ന സമയത്ത് ഭഗവാൻ അത്ര പെട്ടെന്നൊന്നും വരില്ല എന്ന് പറഞ്ഞു. നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാവും, നമ്മുടെ ശ്രദ്ധ മാറ്റാൻ പല പല പരീക്ഷണങ്ങളും ഉണ്ടാവും. അപ്പോൾ പറയാം, ഞാൻ അങ്ങയുടെ കൈ വിട്ടാലും ഭഗവാനെ അങ്ങ് എൻ്റെ കൈവിടരുതേ, മുന്നോട്ട് നടത്തിക്കണേ എന്നുള്ള പ്രാർത്ഥന. അതായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമ്മളെ ചെറിയ മനസ്സ് വെച്ച് നമ്മൾ അത് വിട്ട് ഓടും. അപ്പം ഭഗവാൻ കൈവിടാണ്ട് പിടിച്ചോളും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ. അപ്പോൾ ഭദ്രൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ പോയി ഒരു ഭജിക്കുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു, ഒരു പരീക്ഷണം ചെയ്തു. ഒരു ദിവസം സന്ധ്യാസമയത്ത് ഭദ്രൻ ജപിക്കാൻ സ്തുതിക്കാൻ വേണ്ടി കീർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധനാ രീതി. അങ്ങനെ കീർത്തനം ചെയ്തു ക്ഷേത്രത്തിൽ വന്ന് കീർത്തനം ചെയ്യുന്ന സമയത്ത് അതിഭയങ്കരമായ മഴ തുടങ്ങി. ഗർജിക്കുന്നത് പോലെ ഇടിവെട്ടലും മിന്നലും മഴയും ആയിട്ട് ഭദ്രൻ ആളുകളൊക്കെ ഭയന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ. അങ്ങനെ വെള്ളം ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയില്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് മഴ പെയ്ത് അങ്ങ് വർദ്ധിക്കുക ജലം. പെട്ടെന്ന് സ്ട്രീറ്റ്സ് ഒക്കെ ഫ്ലഡ് ചെയ്യാം. അങ്ങനെ അവിടെ ഹാലാസ്യത്തിൽ ഇങ്ങനെ ഭദ്രൻ ജപം ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ വെള്ളം കൂടി വരാൻ തുടങ്ങി. അങ്ങനെ ഒരു നന്ദികേശ്വരൻ്റെ ഒരു പ്രതിമയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഊന്നി നിന്നിട്ടാണ് ഭദ്രൻ ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ ജലം ഇങ്ങനെ ഉയർന്നു വന്നു. നാഭി വരെ എത്തി, നെഞ്ചു വരെ എത്തി, കണ്ടം വരെ എത്തി. ഭദ്രൻ നിർത്തില്ല, ഞാൻ മരിച്ചാലും ഞാൻ നിർത്തില്ല, ഞാൻ ഉറപ്പിച്ചതാണ്. ഇങ്ങനെ ഭഗവാൻ എന്നെ മരിക്കാൻ വിടുകയാണെങ്കിൽ ഭഗവാന് വേണ്ടാത്ത ഈ ശരീരം എനിക്കെന്തിനാ ഇങ്ങനെ പറയാൻ പറ്റണം. ഭഗവാൻ വേണ്ടാത്ത ശരീരം എനിക്കെന്തിനാ, അടുത്തോളൂ എന്ന് പാടി തണുത്ത് വിറച്ച് ആലിപ്പഴം വീഴാൻ, മഴ പോരാഞ്ഞിട്ട് ആലിപ്പഴം വീഴാൻ തുടങ്ങി. അങ്ങനെ ഭദ്രനെ പരീക്ഷിച്ചിട്ടും ഭദ്രൻ എന്ത് ചെയ്തു, ഭദ്രൻ യാതൊരു കുലുക്കവും ഇല്ലാതെ പാടി അത് ഭദ്രന്റെ ഭക്തി കൂടി വന്നു. ഇനിയിപ്പോ ശരീരം പോവുകയാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് എത്താലോ, ഒരു സംശയമില്ല ഭദ്രന്. അങ്ങനെ പാടി മാറിനേക്കാൾ വെള്ളവും ചളിയും ഒക്കെ പൊങ്ങി വന്നു. എന്നിട്ട് വീണയുടെ തന്ത്രികളൊക്കെ നനഞ്ഞിതാക്കി അതിന്റെ ശബ്ദമൊക്കെ മാറാൻ തുടങ്ങി, വൈകല്യം വരാൻ തുടങ്ങി നാദത്തിന്. എന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്തിയോടെ സുന്ദരേശ്വരനെ സ്തുതിച്ച് ഭദ്രൻ പാടാൻ തുടങ്ങി. ചെളി പിന്നെയും കൂടി വന്നു, ഒന്നും വകവെച്ചില്ല. ഈശ്വരൻ ഏറ്റവും പ്രസന്നന. അത് കണ്ട് ഭഗവാന്റെ കണ്ണുകളിൽ നിന്നിങ്ങനെ കണ്ണുനീരിൽ നിന്നിങ്ങനെ പൊഴിഞ്ഞ് ആ കാരുണ്യത്തിന്റെ കണ്ണുനീരാണ് മഴ പോലെ വരുന്നതെന്ന് നമുക്ക് തോന്നും അത് കാണുമ്പോൾ. അപ്പോൾ അത് കണ്ട ഭദ്രനെ നോക്കിക്കൊണ്ട് പറയും, ഇതിൽ ഒരുപാട് എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഒരു കാര്യം ചെയ്യും. ഭദ്രൻ ഇങ്ങനെ അതിൽ ലയിച്ച് പാടാണ്, ഭക്തിയിൽ ലയിച്ച് പാടുമ്പോൾ ഈ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വറ്റിച്ചു. എന്നിട്ട് ആ നിലത്ത് ഒരു രത്നങ്ങളും സ്വർണവും പതിച്ചിട്ടുള്ള ഒരു ഫലകം, ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഓണർ എന്ന് പറയുന്നത് പോലെ ഒരു ഫലകം അവിടെ വെച്ചു. എന്നിട്ട് എല്ലാം, ഇനി ഇത് ഈ ലോകത്ത് നിന്നെ സംഗീതത്തിൽ തോൽപ്പിക്കാൻ ആരുമില്ല, ഇനി നിനക്കൊന്നും നേടാനും ഇല്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഓണറാണ് കൊടുത്തത്. അങ്ങനെ എന്ത് ചെയ്തു, അതും എടുത്തിട്ട് ഭദ്രൻ, ആരാണിത് എനിക്ക് തന്നത് ഈ മഴയത്ത്? ഭദ്രൻ ഉറപ്പായി ഇത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ പലകപ്പുറത്ത് ആ പലക ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പലകപ്പുറത്ത് അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് പിന്നെയും പാടി. ഗാനം സമാപിച്ചപ്പോൾ അവൻ ആനന്ദമൂർത്തിയെ കുമ്പിട്ട് പലകയും എടുത്ത് മന്ദിരത്തിൽ പോകാൻ തുടങ്ങി. ആകാശമെല്ലാം നിർമ്മലമായി, നക്ഷത്രങ്ങളെല്ലാം പ്രകാശിച്ച് അന്ധകാരം നീങ്ങി, വഴിയൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രകാശപൂരിതമായിട്ട് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഭദ്രൻ പലകെ ബന്ധുക്കളൊക്കെ കാണിച്ചത് പറഞ്ഞു, കണ്ടോ സുന്ദരേശ്വരൻ തന്നതാണ് എനിക്ക്. ഇത് കേട്ട രാജാവ് വരഗുണഭൂപൻ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനെയും പലകയും ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് ആദരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പൂജകൾ ഒക്കെ ചെയ്ത് ഒരുപാട് ധനവും ഒക്കെ ദാനം ചെയ്ത് അങ്ങനെ അദ്ദേഹത്തെ ജയിക്കാൻ ആരുമില്ല ഭക്തിയിൽ എന്നുള്ള മട്ടിൽ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെ പക്ഷേ മനസ്സ് സദാ സുന്ദരേശ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്.
അങ്ങനെ ഭദ്രാവിജയം എന്ന് പറഞ്ഞ 44-ാമത്തെ ലീല. അങ്ങനെ ഇങ്ങനെ ഈ കഥകളെല്ലാം പറയുന്നവർക്കും, ഈ ഭക്തിയുടെ കഥകൾ പറയുന്നവർക്കും, ഭക്തിയുടെ കഥകൾ കേൾക്കുന്നവർക്കും ഹൃദയത്തിൽ ഭക്തി നിറഞ്ഞു വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഫലശ്രുതിയായിട്ട് പറഞ്ഞുകൊണ്ട് ഭദ്രാവിജയം 44-ാമത്തെ ലീല. വരഗുണ പാണ്ഡ്യ ഭൂപൻ മഹാദേവനിൽ സാരൂപ്യം പ്രാപിച്ചു. ഈ ഭദ്രന്റെ പത്നിയുടെ പേരും ഭദ്ര തന്നെയാണ്. അപ്പോൾ ഈ ഭദ്രന്റെ പത്നി നല്ല ഭക്തിയും സംഗീതത്തിൽ അതിനൈപുണ്യമുള്ള ഒരു സ്ത്രീയുമായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഒരു ഭോഗിനി സ്ത്രീയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. അവരുടെ പേരാണ് എന്താണ് രാജവിമോഹിനി എന്നാണ് പേര്. അപ്പോൾ ഈ സ്ത്രീയും ഈ ഭദ്രയും തമ്മിൽ ചെറിയൊരു മുമ്പെപ്പോഴോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സംസാരം, ഒരു വഴക്ക് പോലെയൊക്കെ ആയി ഒരു കലഹം ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രാജമോഹിനിക്ക് ഇവരെ ഇഷ്ടമല്ല, ഭദ്രയെ ഇഷ്ടമല്ല, അവരുടെ സംഗീതത്തിനോടും എല്ലാം അസൂയാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് എങ്ങനെയെങ്കിലും ഈ ഭദ്രയെ ഒന്ന് തോൽപ്പിക്കണം, ഒന്ന് അപമാനിക്കണം എന്ന് വിചാരിച്ച് രാജാവിനെ പതുക്കെ വശത്താക്കി രാജാവിനോട് പറയും എന്തെങ്കിലും ഒരു വഴി കാണണം ഈ ഭദ്രയെ ഒന്ന് തോൽപ്പിക്കാൻ. രാജാവ് എന്ത് ചെയ്യും? ഒരുപാട് ദൂരം മറ്റുള്ളൊരു ദ്വീപിൽ നിന്ന് ഒരു സംഗീതജ്ഞയെ കൂട്ടിക്കൊണ്ടുവരും. വളരെ പേരുകെട്ട ഒരു സംഗീതജ്ഞയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറയും ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഈ കൊട്ടാരത്തിൽ വെച്ചൊരു മത്സരം നടക്കും. ആ സമയത്ത് വെറുതെ വഴക്ക് പറയുക, ഈ ഭദ്രനെ അപമാനിക്കണം നീ എല്ലാവരെയും മുന്നിൽ വെച്ച്. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. അങ്ങനെ കൊട്ടാരത്തിൽ അവർ തമ്മിലൊരു സംഗീതത്തിൻ്റെ ഒരു കോൺസേർട്ട് പോലെ വെച്ചു. അങ്ങനെ അതിൽ നന്നായി പാടി, രണ്ടുപേരും നന്നായി പാടി. പക്ഷെ പാടി തീരുന്നതിന് മുന്നേ തന്നെ ഈ സ്ത്രീ രാജാവ് പറഞ്ഞ പ്രകാരം ഈ ഭദ്രയെ വഴക്ക് പറഞ്ഞു, വല്ലാതെ അപമാനിക്കണം, നീ എൻ്റെ ദാസിയായിട്ടിരിക്കണം, ഞാനാണ് നന്നായിട്ട് പാടിയത്, നിനക്ക് എന്ത് അവകാശം, നിനക്ക് എന്ത് യോഗ്യതയാണ് എൻ്റെ മുന്നിൽ പാടാനിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വഴക്ക് പറയാൻ തുടങ്ങി. ഭദ്ര പോയി ഭഗവാന്റെ അടുത്ത് പോയിട്ട് അന്നത്തെ ഇതിൽ മനസ്സിലാകുന്നില്ല ഭദ്രയ്ക്ക്, രാജാവ് ഒന്നും പറയുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ ഭദ്രയ്ക്ക് വലിയ വിഷമാവും, ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന് പാടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു അപമാനം ഞാൻ കേൾക്കേണ്ടി വന്നല്ലോ, ഭഗവാൻ മാത്രമേ എനിക്ക് വഴിയുള്ളൂ. അപ്പോൾ രാജാവ് പറയും, അപ്പോൾ അവിടെ പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് ഭദ്രയ്ക്ക് മനസ്സിലോ തോന്നും, ശരി സുന്ദരേശ്വര സന്നിധിയിൽ വേണം നാളത്തെ മത്സരം നടക്കാൻ. അപ്പം പിറ്റേ ദിവസത്തേക്ക് മത്സരം മാറ്റിവെച്ചു. അപ്പോൾ കൊട്ടാരത്തിലെ അവിടെ അന്ന് നടന്ന അതേ സ്ഥലത്ത് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭദ്ര പറയും പറ്റില്ല, എനിക്ക് സുന്ദരേശ്വര സന്നിധിയിൽ തന്നെ പാടണം എന്ന് പറയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ നോക്കിക്കോളും എന്നറിയാം. അങ്ങനെ ഭഗവാൻ പിറ്റേ ദിവസം അവിടെ സുന്ദരേശ്വര സന്നിധിയിൽ വളരെ ഭംഗിയായിട്ട് പാടി. അപ്പോൾ ഈ രാജാവ് എപ്പോഴും പിന്നെ പക്ഷഭേദമായിട്ട് ഇങ്ങനെ ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന പോലെ പറയും. അപ്പോഴാണ് ഈ മണ്ഡപത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സുന്ദരേശ്വര ഭഗവാൻ കവിവേഷം പൂണ്ട് അവിടെ ഒരു ഭാഗത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ കേൾക്കും ഭദ്ര പാടുന്നതെല്ലാം ഭഗവാനെ കുറിച്ചാണ്. അപ്പോൾ ഈശ്വര നിശ്ചയത്താൽ മന്നനും മറ്റുള്ളവരും ഭാവഭേദം കൂടാതിരുന്നു. രാജാവ് മറന്നേ പോയി എന്ത്, ഞാൻ മറ്റേ ആളെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതാണ് ഭഗവാന്റെ ഒരു ലീല എന്ന് പറയുന്നത്. നമ്മളെ രക്ഷിക്കേണ്ട സമയത്ത് മറ്റുള്ളവരുടെ മനസ്സിൽ ചിന്തകളായി വന്നിട്ട് നമ്മളെ രക്ഷിക്കും. അപ്പം സുന്ദരേശ്വരൻ കവിവേഷം പൂണ്ട് മന്ദിരത്തിൽ ഒരിടത്ത് ഗൂഢമായിരുന്നു, എന്നിട്ട് അവിടെ ഒളിച്ചിരുന്നു. അപ്പോൾ ഈശ്വര നിശ്ചയത്താൽ എല്ലാം പാടിക്കഴിഞ്ഞപ്പോൾ എത്ര നല്ല ഗാനം എന്ന് പറഞ്ഞ് എല്ലാവരും ഭദ്രയെ പ്രശംസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭദ്രയ്ക്ക് മനസ്സിലായി ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യാണെന്ന്. അങ്ങനെ ഈ എല്ലാവരും പറഞ്ഞു ശരിയാണ്, ഭദ്ര പാടിയതാണ് ഏറ്റവും നന്നായത് എന്ന് പറഞ്ഞ് ഭദ്രയ്ക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ നൽകി. ആ മറ്റു ദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഗാന ഭൂഷണമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരെ ഈ ഭദ്രയ്ക്ക് പറഞ്ഞു വൃത്തിയായിട്ട് ഇരിക്കണം, അതായിരുന്നു മത്സരത്തിലെ ഒരു കാര്യം. അപ്പോൾ ഇവര് വൃത്തിയായിട്ട് എൻ്റെ ഒരു അടിമ പോലെ ഇവിടെ ഇരിക്കണം അങ്ങനെ പറഞ്ഞ് ഭദ്രയ്ക്ക് എല്ലാ തരത്തിലുള്ള സമ്മാനങ്ങളും നൽകി, ധാരാളം പട്ടുവസ്ത്രങ്ങളും രത്നാഭരണങ്ങളും എല്ലാം നൽകി മടക്കി അയച്ചു. അങ്ങനെ ഭഗവാനോട് വീണ്ടും നന്ദി പറഞ്ഞ് ഭദ്ര സന്തോഷത്തോടുകൂടി ജീവിതം തുടർന്നു. പുത്രൻ രാജ്യഭാരം നൽകി രാജാവ് സുന്ദരേശ്വര പാദവും സേവിച്ച് കഴിഞ്ഞുകൂടി. പിന്നെയാണ് സൂകരങ്ങളുടെ സ്തന്യപാനം എന്ന് പറഞ്ഞിട്ട് വളരെ രസകരമായിട്ട് ഈ കഥയും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ സൂകരം എന്ന് പറഞ്ഞ
ഗുരുതീർത്ഥം എന്നൊരു പുണ്യക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ദേവഗുരു അവിടെ പണ്ട് തപസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗുരുതീർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്ത് സുകുലൻ എന്ന ധനികനായ ഒരു ശൂദ്രൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് സാധ്വിയും സുന്ദരിയുമായ സുകുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്നിയുണ്ട്. അപ്പോൾ അവർ കുട്ടികളൊന്നും ഇല്ലാതെ വളരെ വിഷമിച്ചു. അങ്ങനെ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർക്ക് 12 മഹാബലശാലികളായി 12 കുട്ടികളെ കിട്ടി. പക്ഷേ 12 കുട്ടികളും ദുർബുദ്ധികളായിരുന്നു. അങ്ങനെ അവർ വളരെ വേദനിച്ചു ആ കാര്യത്തിൽ. എന്നാലും ലാളിച്ച് തന്നെ വളർത്തി. അങ്ങനെ അവർ യൗവനയുക്തരായപ്പോൾ അച്ഛനും അമ്മയും സ്വർഗം പ്രാപിച്ചു. ഇവർ സ്വച്ഛന്മാരായി, യാതൊരു പാപഭയവും പാപപുണ്യ ഭയങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ താന്തോന്നികളായി ജന്മം കഴിച്ചുകൂട്ടി. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ വേട്ടയാടാൻ പോയ സമയത്ത് ഒരു മുനി പുങ്കവനെ കാണാനിടയിൽ. നല്ല ആ ഒരു തപസ്വിയായിട്ടുള്ള അദ്ദേഹം ഭഗവാന്റെ ചിന്തകളുമെല്ലാം ആ ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയം, ഇരുന്ന് ധ്യാനത്തിൽ മുഴുകി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മേലെ കുറേ മണ്ണെടുത്തിട്ട് അങ്ങനെ വാരിയിട്ടു. അത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ മണ്ണെടുത്ത് അങ്ങനെ ഈ മുനിയുടെ ശിരസിൽ വാരിയിട്ടു. പെട്ടെന്ന് ബ്രഹ്മതേജസ്സോടു കൂടി നിശ്ചലനായിരിക്കുന്ന താപസന്റെ ചുറ്റുമാണ് കല്ലും മണ്ണും ആണ് എടുത്തെറിഞ്ഞത്. അപ്പോൾ അത് കണ്ട് ആ തപസ്വിക്ക് വളരെയധികം കോപം വന്നിട്ട് പറഞ്ഞു, മണ്ണ് മാന്തിയിരിക്കുന്ന നിങ്ങൾ അടുത്ത ജന്മത്തിൽ പന്നിക്കുട്ടികളായിട്ട് ജനിക്കട്ടെ, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മണ്ണ് മാന്തി കളിക്കാൻ പറ്റൂലോ. അപ്പോൾ പറയും, അയ്യോ ഞങ്ങളോട് ശപിക്കരുതേ എന്തെങ്കിലും ഒരു ശാപമോക്ഷം തരണേ. അപ്പോൾ കാരുണ്യവാരിധിയായിട്ടുള്ള ആ മുനി പറയും, ശരി സുന്ദരേശൻ, നിങ്ങൾ പന്നിക്കുട്ടികളായി ജനിക്കും, ഒരു പന്നി മാതാവായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് സ്തന്യപാനം നൽകും, പാല് തരും. ആ സമയത്ത് നിങ്ങൾ നല്ല ജ്ഞാനത്തോടു കൂടി ഉള്ള ഒരു ജീവിതം ജീവിക്കും. പക്ഷേ നിങ്ങളെ കഴുത്ത് വരെ പന്നി രൂപമായിരിക്കും, ബാക്കിയെല്ലാം മനുഷ്യനായി മാറും ആ സമയത്ത് നിന്നും. അങ്ങനെ ഒരു വരം കൊടുക്കും. കുറച്ചു കാലം കഴിഞ്ഞ് അവർ ആ ജന്മമൊക്കെ അവസാനിച്ചു. പിന്നെ വരുന്നത് പന്നിക്കുട്ടികളായിട്ടാണ്. അപ്പോൾ ഈ പന്നിക്കുട്ടികളെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒക്കെ ഈ 12 പന്നിക്കുട്ടികളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാജാവ് നായാട്ടിന് വരും. നായാട്ടിന് വരുന്ന സമയത്ത് ഈ കുതിരക്കുളമ്പടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലാവും ഈ നായാട്ടിന് വരികയാണ്, ഓടിക്കോ, എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പന്നിയും അമ്മ പന്നിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ അപ്പം ചെയ്യുക? അപ്പോൾ പറയും, മക്കളും ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ട്, കുട്ടികളെ ആദ്യം ഒളിപ്പിച്ചു വെക്കൂ, കുട്ടികളെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു, നീ ആദ്യം കുട്ടികളുടെ കൂടെ പോയി നിൽക്കൂ. അച്ഛൻ പറഞ്ഞു ഭാര്യയോട്. ഭാര്യ പറയും, ഇല്ല, അങ്ങില്ലാതെ ഞാൻ എവിടെയും പോവില്ല, ഇവരെ ഭഗവാൻ നോക്കിക്കോളും, ഞാൻ അങ്ങയുടെ കൂടെ തന്നെ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോയിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി, ഈ സൈന്യത്തിനെ ഡിസ്ട്രാക്ട് ചെയ്ത് അവരെ ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികളെ അപകടം ഇല്ലാണ്ട് രക്ഷിക്കാം എന്ന് വെച്ച് രണ്ടുപേരും ഡിസ്ട്രാക്ട് ചെയ്ത് അങ്ങനെ പോരിന് വരുന്നത് പോലെ വലിയ ശരീരത്തോട് കൂടിയിട്ടുള്ള ആ പന്നികൾ ഈ സൈന്യത്തിന് നേരെ കുതിച്ച് അവർ നേർക്ക് ഓടി. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർ രണ്ടിനെയും വധിച്ചു. അങ്ങനെ അവർ പോയി. അച്ഛനും അമ്മയും മരിച്ചുപോയ ഈ പന്നിക്കുട്ടികൾ ചെറിയ സ്വന്തം ഭക്ഷണം തേടാനൊന്നും ആയിട്ടില്ല. ആ പ്രായത്തിൽ അവരിങ്ങനെ വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാനും ദേവിയും കൂടി ഇങ്ങനെ വരികയാണ് അവിടെ. അപ്പോൾ ദേവി പറയും, കണ്ടോ ഭഗവാനെ, ആ പന്നിക്കുട്ടികൾ വിശന്ന് കരയുന്ന കണ്ടോ? ഒരു നിമിഷം ചിന്തിക്കാതെ ഭഗവാൻ ആ പന്നിക്കുട്ടികളുടെ അമ്മ ഏതൊരു അമ്മയുടെ രൂപത്തിൽ ആ മരിച്ചുപോയ നായാട്ടിൽ ആ മരിച്ചുപോയ അമ്മ പന്നിയുടെ രൂപത്തിൽ പോയിട്ട് ഈ പന്നിക്കുട്ടികൾക്കെല്ലാം പാല് കൊടുത്ത് അവരുടെ വിശപ്പൊക്കെ അകറ്റി ആ നിമിഷം തന്നെ അവർ ജ്ഞാനസമ്പന്നരായത്. ആരാണത്? ഭഗവാൻ സർവേശ്വരൻ്റെ സ്ഥലത്തിൽ നിന്നാണ് പാല് കിട്ടിയത്. അപ്പം പിന്നെ ജ്ഞാനികളാവാണ്ടിരിക്കുമോ? അങ്ങനെ തന്നെ അവരപ്പം തന്നെ ഒരു ശരീരം അവർക്ക് മാറ്റം വരാൻ തുടങ്ങി. എന്നിട്ട് കഴുത്തിനാൽ കീഴ്പോട്ട് മനുഷ്യരൂപവും തലയ്ക്ക് മേലോട്ട് പന്നിയുടെ രൂപമായിട്ടുള്ള 12 പന്നി മനുഷ്യന്മാരെന്ന് വേണേൽ പറയാം, ആ രൂപത്തിലുള്ള അവരായിട്ട് മാറി. അങ്ങനെ ഭഗവാൻ അപ്രത്യക്ഷനായിട്ട് ആ രാജ്യം ഭരിക്കുന്ന രാജാവിനോട് സ്വപ്നദർശനം കൊടുത്തിട്ട് പറയും, ഈ പന്നികളെ നീ കൊട്ടാരത്തിലേക്ക് വിളിച്ച് അപ്പം പാല് കൊടുത്ത് അത് മാത്രമല്ല അവരെ ജ്ഞാനികളാക്കണം, അവരെ എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്യണം, യോഗക്ഷേമം ചെയ്യണം. അപ്പോൾ അത് അവരെന്ത് ചെയ്യണം? അവരെ നീ മന്ത്രിമാരാക്കണം. അത്രയും ജ്ഞാനവും ബുദ്ധിയും അവർക്കുണ്ട്. അപ്പോൾ അവരെ മന്ത്രിമാരാക്കി അവർക്കെല്ലാം വിവാഹം ചെയ്തു കൊടുത്തു. മറ്റുള്ള മന്ത്രിമാരുടെ പുത്രിമാരെയൊക്കെ എടുത്ത് വിവാഹം ചെയ്തു കൊടുത്ത് നല്ലൊരു കുടുംബം ആയി അവർ ജീവിക്കാൻ തുടങ്ങി. ഇതാണ് സൂകരങ്ങളുടെ സ്തന്യപാനം എന്ന് പറഞ്ഞിട്ടുള്ള ലീല. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഭഗവാന്റെ ആ കാരുണ്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ഇന്ന ജീവികളിൽ നിന്നില്ല, മനുഷ്യരിൽ നിന്നില്ല, അസുരന്മാരെന്നില്ല. ഇങ്ങനെ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനിത് അവസാനിക്കുന്നതിന് മുന്നേ.
ഒരു ദിവസം ഇത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുള്ള കഥയാണ്. കഥയല്ല, അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ അനുഭവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കാശിയിൽ വെച്ച് അദ്ദേഹം മണികർണിക ഘട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ബോട്ടിൽ. ആ സമയത്ത് ഇങ്ങനെ കാണുകയാണ് ഒരു ജഡങ്ങളിങ്ങനെ, മണികർണികയിൽ അറിയാലോ ജഡങ്ങളിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, 24 മണിക്കൂറും അവിടെ ഇങ്ങനെ ജഡങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കത്തി എരിയുന്ന സമയത്ത് ഇങ്ങനെ കാണുകയാണ് ഇത് ഈ തീയുടെ ഈ ചൂടേറ്റ് ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഓരോ ജഡവും പൂർണ്ണമായിട്ട് അതിൻ്റെ എന്താ പറയുക സെൻസസ് ഒക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെയല്ല, അത് ഇങ്ങനെ ഒരു സ്ത്രീ, ഒരു വലിയ രൂപത്തിലുള്ള ഒരു കറുത്ത നിറത്തിലുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ ഇങ്ങനെ സാരി കൊണ്ട് അവനവൻ്റെ വസ്ത്രം കൊണ്ട് ഒരു ജഡത്തിനെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരും കാണുന്നില്ല ഇത്, എല്ലാവരും കാണുന്നത് ഈ ജഡം കത്തിക്കരിയുന്നത് മാത്രമാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ കാണുകയാണ് ഒരു വലിയ രൂപിണി, ഒരു വലിയ ആകാരത്തോട് കൂടിയിട്ടുള്ള ശരീരമുള്ള ഒരു സ്ത്രീ ഒരു വസ്ത്രം കൊണ്ട് ഇങ്ങനെ വീശുകയാണ് ജഡത്തിനെ. അപ്പുണ്ട് അപ്പുറത്ത് കർപ്പൂര ഗൗരവത്തോട് കൂടിയിട്ടുള്ള മഹാദേവൻ ഇങ്ങനെ ആ ജഡത്തിനെ വലിച്ച് തൻ്റെ മടിയിലേക്കിരുത്തി ചെവിയിൽ മന്ത്രം ഊതി കൊടുക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാം, പല ക്ഷേത്രങ്ങളിലും ഈ പ്രേതങ്ങൾക്കൊന്നും പ്രവേശനം ഉണ്ടാവില്ല. ഭഗവാന് പ്രേതം എന്നോ അല്ലെങ്കിൽ ജീവനുള്ളവനെന്നോ അല്ലെങ്കിൽ ജീവനില്ലാത്ത പ്രേതങ്ങളെന്നോ ഒരു വ്യത്യാസവും ഇല്ല. അതാണ് മഹാദേവൻ ഭോലേനാഥ്. അപ്പോൾ ഭ്രാന്തുള്ളവരെയും ആരും അടുപ്പിക്കാത്ത, ആർക്കും വേണ്ടാത്തെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ പോലും തൻ്റെ മാറോടണച്ച് ആ ഭഗവാന്റെ കാരുണ്യം നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. നമ്മൾ ഓരോരുത്തർ, അതാണ് കാശിയിൽ മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്ന് പറയുമല്ലോ. അപ്പോൾ താരകമന്ത്രമാണ് ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ആണ് ശ്രീരാമകൃഷ്ണദേവൻ. അപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും, ശിഷ്യന്മാർക്കൊന്നും കാണുന്നില്ല, അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. ആ കാരുണ്യം കണ്ട് കണ്ണുനീർ പൊളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഒരു അനുഭവമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മഹാദേവൻ, കാരുണ്യത്തിൻ്റെ ദേവൻ, നമ്മളെയൊക്കെ ഈ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ അത്ഭുത സ്തബ്ധരായിരിക്കുന്ന നമ്മളൊക്കെ വന്ന് നമ്മളെ ഹൃദയത്തിൽ തൊട്ടനുഗ്രഹിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ ചേരാനുള്ള എല്ലാ മാർഗങ്ങളും തുറന്നു തരട്ടെ, എല്ലാ വഴികളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന എല്ലാം സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥകൾ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. ഭഗവാനെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ചോളൂ. നമുക്ക് രണ്ടുപേരി പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ന ജാനാമി പുണ്യം ന ജാനാമി തീർത്ഥം ന ജാനാമി മുക്തിം ലയം വാ കദാചിത് न जानामि भक्तिं व्रतं वापि मादा गतिस्त्वं त्वमेका भवानी गतिस्त्वं त्वमेका भवानी. ഭഗവാനെ ദേവിയെ നമുക്ക് വെള്ളിയുടെ ആട്ടുകെട്ടിലിരുത്തി കിടത്തി നമുക്ക് അവരുടെ പാദങ്ങൾ തൊട്ട് വന്ദിച്ച് അവരെ ഉറക്കാൻ വേണ്ടി നമുക്ക് പോവാം. ഭൂലോക കൈലാസ ഭൂലോക കൈലാസ പുണ്യമായി മാം മധുരാപുരി പുണ്യമായി മാം മധുരാപുരി ഹാലാസി സുന്ദരേശ ഹാലാസ്യേ സുന്ദരേശ
സദാനന്ദമേ കൺവളരാ, സദാനന്ദമേ കൺവളരാ. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. നാരായണ ഹര നമ പാർവതീപദേ. ഹര ഹര മഹാദേവ. മതി, അത് മാത്രം മതി. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഹൃദയം വെണ്ണ പോലെ ഉരുകിക്കഴിഞ്ഞാൽ അത് മാത്രമേ വേണ്ടൂ. നമ്മൾ കൃഷ്ണനാണെങ്കിലും ഭഗവാൻ വന്ന് ആ വെണ്ണ കവർന്നുകൊണ്ട് പോകും, നമ്മുടെ ഹൃദയം വെണ്ണയായി മാറുമ്പോൾ. അങ്ങനെ ഹൃദയം വെണ്ണയാക്കാൻ കഴിവുള്ളതാണ് ഈ കഥകൾ എന്ന് മനസ്സിലാക്കിക്കാനാണ് ഭഗവാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരുത്തി പറയുന്നതും അദ്ദേഹം തന്നെ, കേൾക്കുന്നതും അദ്ദേഹം തന്നെ. സർവം ബ്രഹ്മമയം.